കുറിച്ച് വ്യക്തമായ ഒരു ദിശാബോധം ഉണ്ടാവണം. ഇന്ന് മതങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ആകെ കലുഷിതമാക്കി. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയവും മതവും ഈ വിഷയം ഗൗരവമായി പഠിക്കേണ്ട വിഷയമാണ്. ഇത് ഇന്നത്തെ യുവതലമുറ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതൽ ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയമാണ് രാഷ്ട്രീയവും മതവും. ഇത് രണ്ടും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അനർത്ഥങ്ങളുടെ കാലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം രാഷ്ട്രമാണ്, രാഷ്ട്രവികസനമാണ്. അപ്പൊ പുരോഗതി ഉണ്ടാകണം. അപ്പൊ അതിനിവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നു, ബുദ്ധിമാന്മാരായ ആളുകൾ റിസർച്ച് ചെയ്യുന്നു, പല ടെക്നോളജികൾ കണ്ടെത്തുന്നു. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന പല ടെക്നോളജികളും ഓരോ രാഷ്ട്രത്തിൻ്റെയും സംഭാവനകളാണ്. അവിടെ ഉള്ള ആളുകൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന, നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നു, നിങ്ങൾക്ക് MRI സ്കാൻ, അതുപോലെ തന്നെ ഒരുവിധം ലേസർ കൊണ്ടുള്ള ടെസ്റ്റുകളും ഒക്കെ, ഇനിയിപ്പോൾ റോബോട്ടിക് സർജറി, ഇതൊക്കെ ലോകത്തിന്റെ സംഭാവനകളായിട്ട് മാറി. രാഷ്ട്രീയം എപ്പോഴും നാടിന്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കും. നല്ല ഹോസ്പിറ്റലുകൾ വേണം, നല്ല റോഡുകൾ വേണം, നല്ല സ്കൂളുകൾ വേണം. പക്ഷെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത് മതമാണ്. മതം എന്ന് പറയുന്നതിനെ കുറിച്ച് ഗൗരവമായി പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ പുരോഗതിയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ എത്ര സമയം വേണം? അപ്പൊ നിങ്ങൾ നോക്കൂ, ഇറാൻ യുദ്ധം തന്നെ എടുത്തു നോക്കിയാൽ മതി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഇറാൻ. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. പക്ഷെ അവരുടെ മതം തലയ്ക്ക് കയറിയപ്പോൾ, അവർ മറ്റുള്ള രാജ്യങ്ങൾക്കൊരു ഭീഷണിയായപ്പോൾ, അപ്പൊ അവരെ ബോംബിട്ട് നശിപ്പിക്കേണ്ട ഗതികേട് വന്നു. അവരുടെ പാലങ്ങളും അവരുടെ റിഫൈനറികളും അവരുടെ പല കേന്ദ്രങ്ങളും അവരുടെ സബ്സ്റ്റേഷനുകളും വലിയ വലിയ ഇലക്ട്രിസിറ്റി സ്റ്റേഷനൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരം നശീകരണം ഉണ്ടാക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? മതം തലയ്ക്ക് കയറിയുണ്ടാണ്. ഈ മതം എന്നത് നമ്മൾ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരാണ് ഇക്കാര്യത്തിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് മതത്തിനതീതമായ ആത്മീയതയുള്ളവരാണ്. പക്ഷെ നമ്മൾ പോത്തുകളായിപ്പോയി. എല്ലാം തൊഴുതു പോവുക, ചന്ദനക്കുറിയിട്ടിട്ട് തൊഴുതു പോവുക, പുട്ടും കടലയും കഴിച്ച് അവനവന്റെ വീട്ടിലിരുന്ന് സീരിയലും കണ്ട് കുറ്റവും പറഞ്ഞ് അങ്ങനെ ഒരു അതപ്പതിച്ച ഹിന്ദുക്കളായിപ്പോയി. ഹിന്ദുക്കളൊന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ, ഹിന്ദുക്കളൊന്ന് ചിന്ത മാറ്റിയിരുന്നെങ്കിൽ, നമ്മുടെ ആധ്യാത്മികതയെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ മതം എന്നത് ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുമായിരുന്നു. കാരണം മതം എന്തിനാണ്? ഇത് നമ്മൾ ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയമാണ്. മതമാണോ ആത്മീയതയാണോ ലോകത്തിന് വേണ്ടത്? മതം മനുഷ്യനെ മയക്കുമരുന്നാണെന്ന് പണ്ട് കാറൽ മാക്സ് പറഞ്ഞിട്ട്, അത് ശരിയാണത്. മതം അപകടമാണ്. നമുക്ക് ആത്മീയതയാണ് വേണ്ടത്. ഈ ആത്മീയതയും മതവും തമ്മിലുള്ള വ്യത്യാസം ഹിന്ദുവിനെ പറയാൻ പറ്റും. കാരണം ഹിന്ദു സമൂഹത്തിനാണ് ആത്മീയതയുള്ളത്. പക്ഷെ ഹിന്ദുക്കൾക്ക് അറിയണ്ട എന്താ ആത്മീയത എന്നുള്ളത്. അതല്ലേ നമ്മുടെ ശാപം. നമ്മളത് പഠിക്കുന്നില്ലല്ലോ. ശങ്കരാചാര്യ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, നാരായണ ഗുരുദേവൻ, ഇവിടെയാണെങ്കിൽ ധാരാളം പാലക്കാട് ആചാര്യന്മാരുണ്ടായിരുന്നു. പണ്ഡിറ്റ് ഗോപാലൻ നായർ, തപോവന സ്വാമികള്, മണ്ണൂർ രാമാനന്ദ സ്വാമികള്, അതുപോലെ എത്രയെത്ര ആളുകളാണ് ഈ പാലക്കാട് ജില്ലയിൽ ഈ ആധ്യാത്മികത്വത്തെ പ്രകാശിപ്പിച്ചവർ. ഞാൻ ഭാഗവതത്തിന്റെ ഒരു താത്വിക വശം മനസ്സിലാക്കിയത് തന്നെ ഈ പാലക്കാടുള്ള ഒരു സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ പുസ്തകം വായിച്ചിട്ടാണ്. ഞാൻ പണ്ട് ബോംബെയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പൂജ ചെയ്തിരുന്ന ഒരു കൃഷ്ണൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് കുട്ടി എന്നാണ്, കാരണം ചെറിയ പയ്യനായിരുന്നോണ്ട് എന്നോട് പറഞ്ഞു, കുട്ടി ഞാനൊരു പുസ്തകം തരാം, എൻ്റെ വീട്ടിലുള്ളൊരു പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കൃഷ്ണൻ നമ്പൂതിരി ഉണ്ടായിരുന്നു വായില്. അപ്പൊ അദ്ദേഹം ആ പുസ്തകം എനിക്ക് തന്നു. ഞാനത് മറച്ചു നോക്കുമ്പോൾ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട കൃഷ്ണന്റെ കഥകളും അതുപോലെ തന്നെ ഭാഗവത കഥകളൊന്നും അല്ല അതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് മുഴുവൻ ഒരു ഫിലോസഫി. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭാഗവത സപ്താഹം പറയുന്നവരൊന്നും ഇത് വായിച്ചിട്ടില്ല. ഈ പുസ്തകം വായിക്കേണ്ട പുസ്തകമാണ് ജ്ഞാനാനന്ദ സരസ്വതിയുടെ ഭാഗവത രഹസ്യം. അതും ഹിന്ദുക്കൾ വായിച്ചവർ കുറവാണ്. എല്ലാം പോത്തുകളുടെ ജന്മം. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ രാമായണ രഹസ്യം വായിക്കേണ്ട പുസ്തകമാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ്
കിളി പറക്കുന്നത്, ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടല്ലോ എന്നുള്ളത്. ഈ തരത്തിൽ നമ്മുടെ ഹിന്ദുക്കളുണ്ടല്ലോ ഒരു ശപിക്കപ്പെട്ട വർഗങ്ങളായി. അത് അച്ഛനമ്മമാരുണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞാൽ അച്ഛനമ്മമാരാണ് ഒരു ശാപം. കാരണം ഒരു അറിവ് പകരാനുള്ള ഒരു വ്യവസ്ഥ ഹിന്ദുക്കളിൽ ഇല്ലാതെ പോയി. വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും രാമായണത്തെക്കുറിച്ചോ ഭാഗവതത്തെക്കുറിച്ചോ ഗീതയെക്കുറിച്ചോ ഒരു ABCDയും അറിയാത്തവരായി അച്ഛനമ്മമാര് മാറ്റിക്കളഞ്ഞു. ഇതൊരു ശാപമാണ്, നോക്കൂ അല്ലേ? ശരിയൊരു ശാപമല്ലേ അത്? അച്ഛനമ്മമാരെ അത്യാവശ്യം ഒരു അറിവ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ എവിടെ എത്തുമായിരുന്നു? കാരണം ഹിന്ദുയിസത്തിന് മാത്രമേ, ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ മതമല്ലത്. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആത്മീയ സംസ്കാരമാണ്. ആ വാക്ക് നമ്മൾ എങ്ങനെ പഠിക്കണം. മറ്റു മതങ്ങളെ പോലെയല്ല അത് ആത്മീയ സംസ്കാരം. ആത്മീയം എന്നുള്ളൊരു വാക്ക് നമുക്കേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. മറ്റുള്ളവർക്ക് മതമേ ഉള്ളൂ, മതവും വിശ്വാസവുമേ ഉള്ളൂ. നമുക്കാണ് ആത്മീയതയുള്ളത്. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവണം. ഒരു ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയമുണ്ടായിട്ടും വികസനമുണ്ടായിട്ടും കാര്യമില്ല. മതമുണ്ടായാൽ അത് അധപ്പതനമാണ്. അതാണ് ഇപ്പൊ ഇറാൻ കാണിച്ചു തരുന്നത്, അതാണ് അഫ്ഗാനിസ്ഥാൻ കാണിച്ചു തരുന്നത്, അതാണ് പാകിസ്ഥാൻ കാണിച്ചു തരുന്നത്, അതാണ് ബംഗ്ലാദേശ് കാണിച്ചു തരുന്നത്, അതാണ് ഒരുവിധം ആഫ്രിക്കൻ രാജ്യങ്ങളായ യമൻ തുടങ്ങിയിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളൂ നിങ്ങൾ. എത്ര രാജ്യങ്ങൾ അധപ്പതിച്ചു പോയി. സുഡാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഓയിലുള്ള ലിബിയ, എത്രയോ ഓയിൽ, എത്രയാണ് അവരെടുത്ത് സ്വർണം. പക്ഷേ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ മതം ഭ്രാന്ത് കയറി, ഭയങ്കര തീവ്ര മതം തലയ്ക്ക് കയറി. അപ്പൊ മതത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ഭാരതത്തിനെ പറ്റും. അതിനാണ് രാമായണം ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഈ രാമായണം വീട്ടിൻ്റെ അകത്തിരുന്ന് രാമരാമ എന്ന് പറഞ്ഞ് ചൊല്ലിയിരുന്നാൽ ഞാൻ പറയാം അതൊരു ശാപമാണ്. അതൊരു ശാപമാണ്. കാരണം ആർക്ക് വേണ്ടി നിങ്ങൾ രാമരാമ പറഞ്ഞുകൊണ്ടിരിക്കണം? ആർക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് എന്ത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം മക്കള് വഴിതെറ്റിപ്പോകുന്നു. നമ്മുടെ സ്വന്തം മക്കള് ആരോ പണ്ട് പറഞ്ഞ പോലെ കാലിന്റെ ചുവട്ടിലെ മണ്ണ് ചോർന്നിട്ട് നമ്മൾ രാമരാമ ചൊല്ലിയിട്ട് എന്ത് കാര്യം? ആലോചിച്ച് നോക്കൂ. കാലിന്റെ ചുവട്ടിലെ മണ്ണ് ചോർന്നു പോയിട്ട് രാമരാമ പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഹിന്ദു ജനങ്ങൾക്ക് ബോധം വേണ്ടത്. ഞാൻ രാമരാമ എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറകൾക്ക് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മഹത്വവും അറിയണം. ഇതൊരു ആത്മീയ ശബ്ദമാണ് രാമൻ. അല്ലാതെ ദശരഥന്റെ കഥയും പറഞ്ഞ് കണ്ണുനീരൊഴിച്ചിട്ട് രാമന്റെ ഗതി ഇങ്ങനെയായി, സീതയുടെ ഗതി അങ്ങനെയെന്ന് പറയാനല്ല, വിതുമ്പാനുള്ളതല്ല. രാമൻ എന്ന് പറയുന്ന ശബ്ദം എൻ്റെ നാവിൽ വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിനെ മാറ്റാനും എൻ്റെ മക്കളിലേക്ക് അത് അവരെ കൊണ്ടത് പറയിപ്പിക്കാനും ആ തത്വബോധം നമുക്ക് വേണം. അല്ലാതെ നമ്മൾ രാമായണം പഠിച്ചിട്ട് എന്താ കാര്യം? വെറുതെ വായിക്കുന്നതൊരു ശാപമാണ്. രാമായണം വായിച്ച പുണ്യം കിട്ടുമെന്ന് പറയുന്ന മഹാവിഡ്ഢികളാണ്, അവർ കഴുതകളാണ്. രാമായണം വായിച്ചിട്ടല്ല പുണ്യം നേടേണ്ടത്. ആ ശബ്ദം തന്നെ, രാമകഥകളിൽ നിന്ന് നമ്മുടെ തലമുറകൾ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് വഴി കാണിക്കാൻ നമുക്ക് രാമായണത്തെ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ആത്മീയത, ഈ ശബ്ദം നിങ്ങൾ മറക്കരുത്. ഹിന്ദുമതം എന്നാൽ ആത്മീയ സംസ്കാരമാണ്. ആത്മീയത, ഈ വാക്ക് ഹിന്ദുവിന് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹിന്ദു ആയിട്ട് കാര്യമില്ല, നിങ്ങൾ ജന്തുക്കളാണ്. ആത്മീയത, ഈ ശബ്ദം നമുക്ക് അറിയണം, നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹിന്ദുമതം എന്നാൽ ആത്മീയതയാണ്, അധ്യാത്മമാണ്, ആത്മീയ സംസ്കാരമാണ്. ഇത് വേറൊരു മതത്തിനും ഇല്ല. ഹിന്ദുക്കൾക്കറിയില്ലേ ഹിന്ദുമതത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാലോചിച്ച് നോക്കൂ. നിങ്ങൾ ഭൂരിപക്ഷം ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കൂ, എന്താണ് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഴുത വേണ്ടാത്ത ഉത്തരേ പറയുള്ളൂ. അവർക്കൊന്നും വിഗ്രഹമില്ല, നമുക്ക് വിഗ്രഹമുണ്ട്. ഈ പൊട്ടത്തരങ്ങളെ പറയുള്ളൂ. ഈ ആത്മീയത എന്നുള്ളൊരു ശബ്ദം നിങ്ങൾ വായിന്ന് കേൾക്കില്ല അവരുടെ. കാരണം അവർക്കറിയില്ല അതിനെക്കുറിച്ച്. അവിടെയാണ് നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കേണ്ടത്. അധ്യാത്മശാസ്ത്രം ഇത്, അധ്യാത്മരാമായണം ഇത്, അധ്യയനം ചെയ്യുന്ന മർത്യജന്മികൾക്കെല്ലാം നോക്കൂ, നിങ്ങൾ അധ്യയനം ചെയ്യുക. അധ്യാത്മം, ആത്മീയം, ഈ വാക്ക് നമുക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ ആത്മീയമായി ഉയർത്തുക, അതായത് ജീവാത്മാവിൽ നിന്നും പരമാത്മാ, അതിന്റെ പേരാണ് ആത്മീയം. ആത്മീയം എന്നൊരു ശബ്ദം ഹിന്ദുവിനെ ഉള്ളൂ. മറ്റു മതങ്ങൾക്ക് ഏതില്ല, ഏത് ശബ്ദമില്ല. അവർക്ക് ആത്മീയമില്ല. അവർക്കുള്ളൊക്കെ ദൈവവിശ്വാസമാണ്, ആകാശത്തിൽ സ്വർഗത്തിൽ ദൈവവിശ്വാസം. ഹിന്ദുമതം അധപ്പതിച്ചപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയം എന്നൊരു വാക്ക് വിട്ട് ദൈവം എന്നൊരു വാക്ക് കൊണ്ടുവന്നു.
ശരിക്കും ഹിന്ദുമതത്തിൽ ദൈവമില്ലായിരുന്നു. അതൊക്കെ പിന്നീട് വന്നു. നിങ്ങൾ നോക്കൂ, വാത്മീകി രാമായണവും ഈ എഴുത്തച്ഛന്റെ രാമായണവും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വാത്മീകി മനുഷ്യന്റെ രൂപത്തിലാണ് രാമനെ അവതരിപ്പിച്ചത്. എഴുത്തച്ഛന്റെ കാലഘട്ടമായപ്പോഴാണ് ദൈവമായി മാറിയത്. രാമൻ ശരിക്കൊരു ദൈവരൂപത്തിലല്ല. നിങ്ങളിതുപോലെ ഭാഗവതം വായിച്ചു നോക്കൂ. ഭാഗവതത്തിൽ ദൈവരൂപത്തിലല്ല കൃഷ്ണനെ അവതരിപ്പിച്ചത്. അതാ ഭാഗവത ആചാര്യന്മാർ അവതരിപ്പിച്ചതാണ്. ഭാഗവതത്തിൽ കൃഷ്ണൻ ശരിക്കും ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്, ഒരു യോദ്ധാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സാധാരണ ആളുകളെ പോലെ യോദ്ധാക്കനെ. കൃഷ്ണൻ ഇതൊക്കെ പഠിച്ചിട്ടാ ചെയ്തത്, അല്ലാതെ ദൈവമായിട്ട് ഇരുന്നിട്ട് അത്ഭുതങ്ങൾ കാണിച്ചതല്ല. കൃഷ്ണനും ഗുരുക്കന്മാരെടുത്തു പോയിട്ട് ഈ അറിവുകളൊക്കെ പഠിച്ചും പരിശീലിച്ചും, അല്ലെങ്കിൽ ഭാഗവതത്തിൽ എഴുതി വെക്കും, രാമേ മുഹൂർത്ത ഉത്തായ. ഭഗവാനും കൃഷ്ണനും ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കും. അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കൾ അതെങ്കിലും ചെയ്താൽ മതിയെന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. കൃഷ്ണൻ ചെയ്ത ഇത്രയും ചെയ്തിരുന്നെങ്കിൽ ആ കൃഷ്ണഭക്തി ഉണ്ടാവുമായിരുന്നു. കാലത്ത് രാവിലെ എണീറ്റ് കുറച്ച് ജപിക്കുക എന്നുള്ള കാര്യങ്ങളെങ്കിലും കൃഷ്ണൻ ചെയ്തതെങ്കിലും ഹിന്ദുക്കൾ ചെയ്താൽ മതി. അതുപോലും ചെയ്തില്ല. അതിനു പകരം കൃഷ്ണനെ ദൈവമായിട്ട് കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു അധപ്പതനം ഹിന്ദുക്കൾക്ക് വന്നു. വാസ്തവത്തിലുണ്ടല്ലോ, ഹിന്ദുമതം ആത്മീയതയിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്ക് അധപ്പതിച്ചു. ഹിന്ദുമതത്തിന് ഒരു അധപ്പതനം ഉണ്ടായി. അതിൽ ഈ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്, അച്ഛനമ്മമാർക്ക്. കാരണം ഇതൊരു ആത്മീയ സംസ്കാരമാണെന്ന് മനസ്സിലാക്കാതെ ഇതിനെ ഒരു ദൈവഭക്തി ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും തലത്തിലേക്ക് ഇതിനെ അധപ്പതിപ്പിച്ചു. അപ്പൊ ആളുകൾ അന്ധമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ചില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയാണ് ആത്മഹത്യയിലേക്ക് അധപ്പതിച്ചു പോയത്. ഈ ഹിന്ദു സമൂഹം ഇങ്ങനെ വഴുതിട്ടില്ലായിരുന്നു വാസ്തവത്തിൽ. ഇതൊക്കെ രക്ഷിതാക്കളുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണം. ഹിന്ദുമതത്തെ ഒന്ന് റിനൈസൻസ് ഓഫ് ഹിന്ദു റിലീജിയൻ എന്ന് പറയും. സ്വാമി ചിന്മയാനന്ദജി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണ പരമ്പരകളിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നത് കൺവേർഷന് വേണ്ടിയിട്ടാണ്, കൺവേർട്ട് ചെയ്യാനാണ്. എല്ലാവരും ഇങ്ങനെ പേടിച്ചു, എന്താ ഈ സ്വാമിജി എന്തിനാണ് കൺവേർഷൻ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അധപ്പതിച്ച ഹിന്ദുവിനെ ശരിക്കുള്ള ഹിന്ദുവാക്കി കൺവേർട്ട് ചെയ്യാനാണ്. ഹിന്ദുക്കൾ അധപ്പതിച്ചിരിക്കുകയാണ്. അത് ഹിന്ദുക്കൾ അറിയുന്നില്ലേ ഞങ്ങൾ അധപ്പതനത്തിലാണെന്ന്. തലമുറകൾ 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 ശോഷിച്ച് സംസ്കാരശൂന്യരായി മാറുന്നത് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ നോക്കൂ, ഡൽഹിയില് ജന്തർ മന്ദറിൽ കുറെ ന്യൂ ജനറേഷന്റെ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സമരങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ അവര് കൈയും കാലും പിടിച്ചു പറയാണ്, ഞങ്ങളുടെ പേരുള്ള കേസ് പിൻവലിക്കണം. ഇന്നലെ ഗവൺമെന്റ് സർക്കുലർ ഇറക്കി, ശരി, വിദ്യാർത്ഥികൾക്കെതിരെയുള്ള സമരം പിൻവലിക്കാം, പക്ഷേ കേസെടുത്തവരൊക്കെ വിദ്യാർത്ഥിയാണെന്ന് തെളിയിക്കണം. ഇപ്പൊ അവര് പെട്ടുപോയി. കാരണം 99% കേസെടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പേരിലല്ല, വിദ്യാർത്ഥികളുടെ പേരിലല്ല. ഈ സമരം ചെയ്തവനും കല്ലെറിഞ്ഞവനും അടിച്ചവനൊന്നും വിദ്യാർത്ഥിയല്ല. അപ്പൊ ഇപ്പൊ അവർക്കും ഉത്തരവില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഇതിൽ കോംപ്രമൈസ് ഇല്ല. അക്രമം ചെയ്തവന്റെ പേരിലൊന്നും കേസ് പിൻവലിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പൊതു സമ്പത്ത് തകർത്തവരാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ആവേശം വരുമ്പോൾ, അമിതാവേശം വരുമ്പോൾ ഇത് പിന്നീട് വിനയാവും, അനർത്ഥമാവും. അപ്പൊ ചിന്തിക്കില്ല. ഇതാണ് ഹിന്ദുവിന് പറ്റിയത്. എല്ലാറ്റിൻ്റെയും കൂടെ കഴുതകളെ പോലെ പിന്തുടർന്ന് അവനവന്റെ വ്യക്തിത്വവും മഹത്വവും മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രാമായണം നമുക്കൊരു തിരിച്ചറിവാവട്ടെ. നമ്മൾ മതത്തിൽ നിന്ന് ഹിന്ദു മതം എന്ന് നമ്മൾ പറയുമ്പോഴും ആ മതം എന്ന് പറയുന്നത് ആത്മീയ സംസ്കാരമാണെന്ന് അടിവരയിട്ട് പഠിക്കണം. ഹിന്ദുമതം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ തലയിൽ ഉറക്കേണ്ട ഒരു ശബ്ദമാണ് ആത്മീയ സംസ്കാരം, ആത്മീയത. ഇത് മറ്റു മതങ്ങളില്ലാത്ത വാക്കാണ്. ആത്മീയത അല്ലെ, സ്പിരിച്വാലിറ്റി. അത് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട്, എല്ലാ സന്യാസിമാരും ഒന്ന് ഡൽഹിയിൽ ജലന്ധർ മന്ദിറിൽ ഇരുന്ന് ഒരു പാർലമെന്റ് മാർച്ച് നടത്തി ആ സെക്യുലറിസം എന്നുള്ള വാക്ക് മാറ്റി സ്പിരിച്വലിസം എന്നാക്കുക. അതോടുകൂടി കഴിഞ്ഞു ഇന്ത്യയുടെ കാര്യം. നമ്മൾ ഹിന്ദുക്കൾ നന്നാവണമെങ്കിൽ അതേ വഴിയുള്ളൂ. ഈ സെക്യുലറിസം എന്നുള്ള വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറ്റി അതിനെതിരെ സ്പിരിച്വലിസം. കാരണം ഇതൊരു സ്പിരിച്വൽ നാടാണ്, ഇതൊരു ആധ്യാത്മികതയുടെ നാടാണ്, ഇതൊരു ആത്മീയ സംസ്കൃതിയുടെ നാടാണ്. പക്ഷെ അതെന്ന് സാധിക്കും എനിക്കറിയില്ല. ഈ ജൻസി വന്നതുപോലെ സ്വാമി എന്നൊക്കെ വരണം. ഇനി കുറെ സ്വാമിമാരൊക്കെ കൂടെ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ അമെൻമെന്റ് വരുത്താൻ സാധിക്കും. അതായത് സെക്യുലറിസം എന്ന വാക്കിന് പകരം, അത് ഇന്ദിരാഗാന്ധിയുടെ വാക്കാണ്. ഏത്, അന്ന് അവര് മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചേർത്തതാണ് സെക്യുലറിസം. നമുക്കതിന് പകരം സ്പിരിച്വലിസം. അതൊക്കെ ഹിന്ദുക്കൾ അറിയണം. ഈ സ്പിരിച്വലിസം, ആത്മീയത. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായിലപ്പം വരണം. എന്താണ് ഹിന്ദുമതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആത്മീയ സംസ്കാരമാണ് ഹിന്ദുമതം. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ നമ്മൾ. അവർക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഹിന്ദുമതം എന്നുള്ളത്. ആത്മീയ സംസ്കാരമാണ് ഹിന്ദുമതം. ഇനി ഉടനെ ചോദിക്കുക, എന്താണ് ആത്മീയ സംസ്കാരം? ബ്രഹ്മതത്വം പ്രാപിക്കലാണ്. അതായത് ഓരോ ജീവന്റെയും ജീവിതത്തിന്റെ ഉദ്ദേശ്യം, ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശ്യം ബ്രഹ്മതത്വം. എന്താണ് ബ്രഹ്മത്വം? ബ്രഹ്മതത്വമെന്നോ ബ്രഹ്മത്വമെന്നോ ബ്രഹ്മെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്ന് വെച്ചാൽ മനസ്സിനെ എവിടുന്നാണോ അത് വന്നത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് സയൻസ്, അതാണ് ബ്രഹ്മത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം. നിങ്ങൾ നോക്കൂ, ഈ പറയുന്നതിലൊക്കെ വല്ല അർത്ഥമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ആരണ്യകാണ്ഡത്തില് ഞാൻ ഈ പറയുന്നത് എത്രമാത്രം ശരിയാണ്, രാമായണം പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ. അപ്പൊ രാമായണവും ഞാൻ പറയണവും തമ്മിലൊരു യോജിപ്പ് വേണം. അപ്പൊ ഇവിടെ ശബരി ഉപാഖ്യാനം, അതായത് ഈ കിഷ്കിന്ധാകാന്ഡം തുടങ്ങുന്നതിന് മുമ്പ് ആരണ്യകാണ്ഡത്തിന്റെ ലാസ്റ്റ് ഭാഗം, ഇപ്പൊ വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. ആരണ്യകാണ്ഡത്തിന്റെ ഏറ്റവും ഒടുവിലായി വരുന്ന ഭാഗമാണ് ഇത് ശബരി ഉപാഖ്യാനം. ശ്രീരാമസ്വാമി, നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലൊരു ഞാനിപ്പോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നു മാത്രം. ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ധനുപുത്രൻ, അതായത് കബന്ധൻ വേഷക്കം, അദ്ദേഹം ശാപമോക്ഷമൊക്കെ കിട്ടി. ആ ധനുപുത്രനാണ് ശ്രീരാമസ്വാമിയെ ഇവിടെ ശബരി ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ ശബരി ആശ്രമത്തിൽ ചെന്ന് ശ്രീരാമസ്വാമി വരവേൽക്കുന്ന രംഗങ്ങളൊക്കെ പിന്നീട് പറയാം നമുക്ക് വിശദമായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നു മാത്രം. അവിടെ പറയാണ് 1930 ശ്ലോകം നമ്പർ. കുറച്ചുകൂടി ശ്ലോകം കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിന് താഴെ നോക്കിയാൽ, അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാണവൾ ധന്യയായി വന്നേനഹം ഇന്ന് പുണ്യാതിരേകാൽ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾ മറക്കില്ല. ഇതിനൊക്കെയാണ് നമ്മൾ രാമായണം പഠിക്കേണ്ടത്. പറയുന്നത്, എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഇവിടെ ധാരാളം ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഞാൻ അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവർ പറയുന്നതൊക്കെ ഞാനും അനുഷ്ഠിച്ച് ആചരിച്ച്, അപ്പൊ അവരൊക്കെ ഇവിടെ പോയി. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ച അവര് സ്വർഗത്തിൽ പോയി നല്ല എഴുതിയത്. അതാണ് മറ്റു മതങ്ങളൊക്കെ സ്വർഗം പറയുമ്പോൾ ഇവിടെ എന്താ വാക്ക്? ഇവിടെ എന്താണ് ആ വാക്ക്? ബ്രഹ്മപദം. ബ്രഹ്മപദം, ബ്രഹ്മത്വം പ്രാപിച്ചു. മനസ്സിലായില്ലേ? ഈ ബ്രഹ്മത്വം പ്രാപിച്ചു. ഇനി നിങ്ങൾ പരീക്ഷത്തിന്റെ ഭാഗവത്തിലെ അനുഭവം നോക്ക്. നിങ്ങൾ ഭാഗവതം പഠിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കണം. അവിടെ പരീക്ഷത്തിനോട് ശ്രീശുഖ ബ്രഹ്മർഷി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അങ്ങയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പം അജ്ഞാനം ച നിരസ്തമ്മേ. ഇത് വരുന്നത് ഭാഗവതം 12-ാം സ്കന്ധം 6-ാം അധ്യായം 11-ാം ശ്ലോകം. അവിടെ ഭാഗവത്തിൽ വരുന്ന അജ്ഞാനം ച നിരസ്തമ്മേ ജ്ഞാനവിജ്ഞാന നിഷ്ഠയ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. ഞാൻ പരമമായ ഭഗവത പദത്തെ പ്രാപിച്ചു എന്നാണ്, അല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഹിന്ദു മതത്തിൽ സ്വർഗത്തിലേക്കല്ല പോകുന്നത്. എവിടെയാണ്? ബ്രഹ്മപ്രാപ്തിയാണ്, ബ്രഹ്മത്വമാണ്. നോക്കൂ, നിങ്ങൾ വീണ്ടും ഗീത എടുത്തു നോക്കൂ. നിങ്ങൾ 2-ാം അധ്യായത്തില് ഗീതയില് ഇതൊക്കെ നിങ്ങൾ ഗീതയൊക്കെ വെച്ച് വായിച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഹിന്ദുമതം. ഇതൊന്നും ജന്തുക്കാർക്ക് അറിയില്ല. വെറുതെ പൊട്ടന്മാരെ പോലെ അമ്പലത്തിൽ പോയി തൊഴുതു പോവുകയും ചെയ്യും. എന്തൊരു കഷ്ടം നോക്കൂ നിങ്ങൾ. ലേശര ABCD അറിയണ്ടേ നമ്മുടെ ഹിന്ദുമതം എന്താണെന്ന്? എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, എന്താണ് അവിടെ ചെയ്യേണ്ടത് അറിയണ്ടേ? വെറുതെ പൊട്ടന്മാരെ പോലെ തൊഴുതുപോയി. നിങ്ങൾ നോക്കൂ, ഇത്രയും കാലം നമ്മൾ തൊഴുതില്ലേ? അതൊന്ന് ആലോചിച്ചു, എത്ര തൊഴുതു നമ്മള്. എന്നിട്ട് തലമുറയുടെ അവസ്ഥയും കൂടി നോക്കൂ. നിങ്ങൾ പുറകോട്ട് നോക്കൂ. ഒരെണ്ണത്തിന് ഭക്തിയില്ല, ഒരെണ്ണത്തിന് കുടുംബത്തിൽ സമാധാനമില്ലേ, ശാന്തിയില്ലേ. നമ്മൾ എന്ത് തൊഴുത്, ആരെ തൊഴുതു, എന്ത് പോന്നു? ഒരു ദിവസം ചത്തുപോകും, ഉറപ്പല്ലേ? നിങ്ങൾ തൊഴുതാലും തൊഴുതില്ലെങ്കിലും. അപ്പൊ നമുക്കിത് കുറച്ചെങ്കിലും പകർന്നു കൊടുക്കണ്ടേ? എവിടെയൊക്കെയോ നമ്മുടെ കൂടെ അല്ല അവരെന്നുള്ളൊരു ബോധം വേണ്ടേ? വേണോ വേണ്ടയോ? എത്ര കാലം നിങ്ങൾ അന്ധരായി തൊഴുതു പോകും? അപ്പൊ നമ്മുടെ കൂടെയല്ല അവര് വരുന്നത്. അവര് നമ്മളിൽ നിന്നും അകന്ന് വേറെ വഴിക്ക് പോവുകയാണ്. അതിന് കാരണം എന്താണ്? നമ്മുടെ അന്ധത അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് അറിവില്ലാതെയാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് അവർക്കറിയാം. നമ്മളത് മനസ്സിലാക്കും. നിങ്ങൾ ദുർബലരാണ്, അറിവില്ലാത്തവരാണ്, നമ്മളത് ഉൾക്കൊള്ളൂ. ഞാൻ പഠിക്കാതെയാണ് അമ്പലത്തിൽ പോകുന്നത്, എനിക്ക് അറിയില്ല അമ്പലത്തെക്കുറിച്ച്. ഞാൻ ഈ മനസ്സിലാക്കിയതല്ല കാര്യം. ശാസ്ത്രത്തിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളിലേക്ക് ഇത് വേണ്ട പോലെ
പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? നിങ്ങൾ നോക്കുക, ഗുരുവായൂരൊക്കെ എന്ത് തിക്കും തിരക്കും ബഹളാണ്. ആളുകൾ ഇങ്ങനെ തൊഴുതു പോവാണ്. പക്ഷെ ജനറേഷൻ ഇല്ല, തലമുറകളില്ല. കാരണം തലമുറകൾക്ക് ഇതെന്തിനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. വെറുതെ തൊഴുതു പോവാണ്. ആരെ തൊഴുതു പോകുന്നു? ഭാഗവതമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്നെ തൊഴുതു പോവരുത്, അത് ശാപമാണ്, അത് തെറ്റാണെന്ന് ഭാഗവതത്തിൽ വരികളുണ്ട്. തൊഴുതു പോവരുത് എന്ന്. എനിക്കിതൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 60-ാം അധ്യായത്തിൽ 53-ാം ശ്ലോകം. വീട്ടിൽ പോയി നോക്കൂ നിങ്ങൾ, ഭാഗവത്തിൽ ഇങ്ങനെ ഒരു വരി കാണാം. കൃഷ്ണൻ തന്നെ പറയുന്ന വരിയാണ്. 10-ാം സ്കന്ധം 60-ാം അധ്യായം 53-ാം ശ്ലോകം. സോറി, 53-ാം ശ്ലോകം. കറക്റ്റ്. 10-ാം സ്കന്ധം 60-ാം അധ്യായം 53-ാം ശ്ലോകം. ഭാഗവത പുസ്തകം എടുത്തു നോക്കൂ, അങ്ങനെയൊക്കെ ഒരു വരി ഉണ്ടോ എന്നുള്ളത്. അവിടെ പറയുന്നുണ്ട്, മാം പ്രാപ്യ മാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയെ സമ്പതയെ വസത്പതി തേ മന്ദഭാഗ്യ. എന്നെ പ്രാപിക്കാൻ കഴിയുന്ന മനുഷ്യര് എന്റെ മുന്നിൽ വന്ന് വാഞ്ചതി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തേ മന്ദഭാഗ്യ, ഭാഗ്യം കെട്ടവരാണെന്നാണ്. അവര് ശപിക്കപ്പെട്ടവരാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കില്ലേ നിങ്ങള്? കൃഷ്ണന്റെ വാക്കുകളാണ് ഭാഗവത്തിൽ. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഏത് ഹിന്ദുക്കൾ അറിയുന്നുണ്ട്? ഇതൊന്നും ഹിന്ദുക്കൾ പഠിക്കില്ല. ഒക്കെ പൊട്ടന്മാരെ പോലെ പഴയ സ്വഭാവം തന്നെ ആവർത്തിച്ച് 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 ചിലര് മദ്യത്തിന് അടിമപ്പെടുന്നു, ചിലരാണെങ്കിൽ അന്ധവിശ്വാസത്തിൽ അമ്പലത്തിൽ പോകുന്നു. ഇതൊരു അന്ധവിശ്വാസമാണ്. അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്നുള്ള ഒരു കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. വേണോ വേണ്ടയോ? അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ എന്താ വേണ്ടത്? ബ്രഹ്മപദം പ്രാപിക്കുക. എന്താണ്? ഗീതയിലെ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശ്ലോകം കാണാം. 72 തോന്നുന്നു, 74 തോന്നുന്നു, 76 ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ത നൈനാം പ്രാപ്യ വിമുഖ്യതി. എത്രാമത്തെ? 72. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ത നൈനാം പ്രാപ്യ വിമുഖ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണ മൃച്ഛതി. ബ്രഹ്മനിർവാണം എന്നൊക്കെയുള്ള വാക്ക് മറ്റു മതങ്ങളിലില്ല. ഇത് ഹിന്ദു മതത്തിലാണ്. ബ്രഹ്മനിർവാണം, ഇതാണ് ബ്രഹ്മപദം, ഇതാണ് ബ്രഹ്മത്വം. അപ്പൊ ഹിന്ദുവിന്റെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മത്വം പ്രാപിക്കലാണ്, ബ്രഹ്മപദം പ്രാപിക്കലാണ്. അപ്പൊ അത് പ്രാപിക്കാൻ എന്ത് വേണം? ധർമ്മം വേണം, അനുഷ്ഠാനം. ധർമ്മം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം. അപ്പൊ ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത്? അനുഷ്ഠാനത്തിന് വേണ്ടി പോവാണ്. എന്തിനാണ്? അനുഷ്ഠാനത്തിന് വേണ്ടി പോകും. അനുഷ്ഠാനം ആവർത്തിക്കുമ്പോഴാണ്, അനുഷ്ഠാനം നിരന്തരം ആവർത്തിക്കുമ്പോഴാണ് ശുദ്ധിയും ശക്തിയും വികാസവും ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിന് ശുദ്ധി വേണം, മനസ്സിന് ശക്തി വേണം, മനസ്സിന് വികാസം വേണമെങ്കിൽ നമ്മൾ അനുഷ്ഠാനത്തെ നിരന്തരം ആവർത്തിക്കണം. ആവർത്തനമാണ് മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഈ ബോധത്തിൽ നിങ്ങൾ അമ്പലത്തിൽ വന്ന് നോക്കൂ. നിങ്ങൾ, എൻ്റെ മനസ്സിന് അനുഷ്ഠാനത്തിന്റെ ആവർത്തനം കൊണ്ട് ശുദ്ധി ഉണ്ടാവും, ശക്തി ഉണ്ടാവും, വികാസം ഉണ്ടാകുമ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ആരിലേക്ക് അടുക്കും? ബ്രഹ്മപദത്തിലേക്ക് ഞാൻ അടുക്കും. ഈ ബ്രഹ്മപദത്തിലേക്ക് അടുക്കും തോറും എൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങളും ഉണ്ടാവും. ഇതൊക്കെ അനുഷ്ഠിക്കാനാണ് പൂർവികർ ക്ഷേത്രം തന്നത്. പക്ഷെ ആ തലത്തിലാണോ ഇപ്പൊ നമ്മൾ ക്ഷേത്രം ഉപയോഗിക്കുന്നത്? ആണോ? ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? പറയൂ. എന്തൊരു ശാപമാണ് നമ്മുടെ ഹിന്ദുമതം. നോക്കൂ നിങ്ങൾ, എവിടെയാണ്, എന്തിനാണിത് വെച്ചത്, നമ്മൾ എന്തിനാണിത് ഉപയോഗിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാതെ പോയത്. എന്തിനാണ് തന്നിരിക്കുന്നത്? ബ്രഹ്മപദത്തിലേക്ക് എത്താൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? അനുഷ്ഠാനങ്ങൾ വേണം. ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ടു നടക്കാനാണ് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതൊക്കെ രാമായണമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊന്നുകൂടി ശബരിയിലേക്ക് വരാം. ഞാൻ ഒന്നുകൂടി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആവർത്തിക്കുകയാണ് ഈ കാര്യം. അവിടെ ശബരിയോട് രാമൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന് ഹിന്ദുക്കൾ ഒരു ശാപമാണ് ഹിന്ദുമതത്തിന്. നമ്മൾ കുറച്ചുകൂടി ഒരു ബോധത്തിൽ ജീവിക്കണം. ഇവിടെ ശബരിയോട് പറയുന്ന 1960 ആ ഭാഗത്ത് നോക്കൂ. ശബരി ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ മനഃപ്പാഠം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെ പറയുന്നൊരു ശ്ലോകമുണ്ട്, ക്ഷേത്രോപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ. അതായത് ക്ഷേത്രത്തിൽ പോയിട്ടോ എവിടെ പോയിട്ടോ വെറുതെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇത് രാമായണത്തിലെ വരികളാണ്, എൻ്റെ വരികളല്ലത്. രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ക്ഷേത്രോപവാസ
യാഗാദി ക്ഷേത്രോപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല. അത് മുഴുവനാക്കണമെങ്കിൽ അടുത്ത വരിയും കൂടി ചേർക്കണം. എന്നെ മൽഭക്തിയൊഴിഞ്ഞു ഒന്നുകൊണ്ടൊരു നാളും നാഥയെ. അപ്പൊ എന്ത് വേണം? ഏതുണ്ടെങ്കിലേ കിട്ടുള്ളൂ? ഏതുണ്ടെങ്കിലേ കിട്ടുള്ളൂ? നിങ്ങൾക്ക് മനസ്സിലാവില്ല, അർത്ഥം മനസ്സിലായില്ല. ഈ ശ്ലോകത്തിന്റെ മലയാള അർത്ഥം മനസ്സിലാവില്ല. അതായത് ഈ ക്ഷേത്രോപവാസ യാഗാദി കാര്യങ്ങളെ കൊണ്ടൊന്നും എന്നെ കിട്ടില്ല. ഏതുണ്ടെങ്കിലേ കിട്ടുള്ളൂ? മൽഭക്തി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ ഭക്തി ഉണ്ടെങ്കിലേ, മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി ഒഴിഞ്ഞുകൊണ്ട് ഒരു നാളെന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് മാത്രമേ. അപ്പൊ എന്താ ഭക്തി? നമ്മൾ പഠിക്കണം. നമ്മൾ ഭക്തി പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഭക്തി ലക്ഷണം ചൊല്ലുവൻ എന്ന് പറഞ്ഞ് ഭക്തിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 9 ലക്ഷണങ്ങൾ ഭക്തിക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ വെറുതെ അമ്പലത്തിൽ പോയി തൊഴിലല്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണം. ഭക്തി സാധനം നവവിധം ഉത്തമേ നിത്യമാർക്കുള്ളൂ എന്നാണ്. ഇത് ആർക്കാ ഉള്ളതെന്ന് രാമൻ തന്നെ ചോദിക്കുകയാണ്. ഇത് പഠിക്കണം നമ്മൾ. അപ്പൊ അതിൽ ആ ഭക്തിയുടെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ പിന്നീട് നമുക്ക് എന്തായാലും വിശദമായിട്ട് നോക്കാം. അതിൽ പറയുന്ന ഒരു കാര്യം, അവിടെ എന്ത് വേണം? നാമജപത്തിനാണ് പ്രാധാന്യം, തൊഴുതു പോകുന്നതിനല്ല. എന്താണ്? നാമജപത്തിനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള മന്ത്രോപാസകത്വം അതിൽ എഴുതി വെച്ചിരിക്കുന്ന വരികളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്ത് വേണം? ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നാമജപം വേണ്ടേ? ഇത് എവിടെയാണ്, ആരാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? തൊഴണം എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? തൊഴുതു പ്രാർത്ഥിക്കാനല്ല അമ്പലത്തിൽ പോകുന്നത്. അത് അധപ്പതനമാണ്. മനസ്സിലായില്ലേ? കല്ലിനെ ദൈവമായി കാണാനല്ല ക്ഷേത്രം. അതൊരു സങ്കല്പം മാത്രമാണ്. ഒരു കല്ലിൽ ദൈവത്തെ സങ്കല്പിക്കുന്നത് ഒരു സങ്കല്പമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെ ബ്രഹ്മപദത്തിലേക്ക് എത്തിക്കാനുള്ളൊരു. എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കൂ, ഒരു കല്ല് ദൈവമാവും എന്നുള്ളത് എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ഈ കല്ലുകളെയൊക്കെ കൊത്തിപ്പണിത് അതിലൊരു ദൈവസങ്കല്പം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കല്ലിനെ ദൈവമാക്കലല്ല ഹിന്ദുമതത്തിന്റെ ലക്ഷ്യം. മറിച്ച് എന്തിനാണ്? മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കലാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കാനുള്ളൊരു വഴികാട്ടിയാണ് ഏത്? വിഗ്രഹങ്ങളൊക്കെ എന്ന് നമ്മൾ ഹിന്ദുക്കൾ പഠിക്കണം. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? അവനവന്റെ മനസ്സിന്റെ. നിങ്ങൾ കൂടെ വരുന്നില്ല. ഈ 2 വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉറക്കണം. ഏത് 2 വാക്കുകൾ? 3 വാക്കുകൾ നിങ്ങളുടെ തലയിൽ ഉറക്കണം. ആത്മീയത, ബ്രഹ്മത്വം, ധർമ്മത്വം. ഈ 3 വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചാലേ ഈ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആത്മീയത, ബ്രഹ്മത്വം, ധർമ്മത്വം. അപ്പൊ ആത്മീയത അതാണ് നമ്മുടെ ഹിന്ദുമതം. ആത്മീയതയുടെ 2 പില്ലറുകളാണ് ഏതൊക്കെ? ബ്രഹ്മവും ധർമ്മവും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണത പ്രാപിക്കാൻ. ആ പൂർണ്ണത പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ്, വഴിയാണ് ഏത്? ക്ഷേത്രോപാസന എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഒരു കല്ലിനെ ദൈവമാക്കലാണോ ഹിന്ദുമതം? ആണോ? മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഹിന്ദുമതത്തെ വികസിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ ഐശ്വര്യപൂർണമാവുമായിരുന്നു. കാരണം അവിടെ നാമജപങ്ങൾ ഉണ്ടാവുമായിരുന്നു. മനസ്സിലായില്ലേ? അവിടെ കൂടുതൽ കൂടുതൽ ആരാധനകൾ ഉണ്ടാകുമായിരുന്നു. ഈ ക്ഷേത്രത്തിലൊക്കെ തിരക്ക് ഇതാവില്ല അങ്ങനെയാണെങ്കിൽ. ഈ നാട്ടിലുള്ളവർ രാവിലെ അമ്പലത്തിൽ വരുമായിരുന്നു. കാരണം അവർക്ക് മനസ്സിലാവും, എൻ്റെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ, വികസിപ്പിക്കണമെങ്കിൽ ഞാൻ കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോകണം. ഇതിപ്പോ ആർക്കെന്ത് ബോധമുണ്ട്? നമ്മളായിട്ട് വഴിതെറ്റിച്ച മുതിർന്നവർ ചെയ്ത പാപ്പാണ്. അപ്പൊ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ അന്ധരെ പോലെ തൊഴുതു 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 പൊട്ടന്മാരായിപ്പോയി ഹിന്ദുക്കൾ. നമ്മളൊന്ന് ആലോചിച്ചു, വിഡ്ഢികളായിപ്പോയി. ആ വിഡ്ഢിത്തത്തിൽ നിന്ന് ഇനിയെങ്കിലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. നമുക്ക് മനസ്സിൽ ഉറപ്പിക്കണം, ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ നാമജപത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഞാൻ അതിലേക്ക് ഇനി കൂടുതൽ കടക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ രാമായണത്തിന്റെ കഥകൾ പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമിയുടെ ഭാര്യയെ ഇവിടെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് ജടായു തടഞ്ഞു നിർത്തി എന്ന് നമ്മൾ കണ്ടു അല്ലേ?
ജടായു തടഞ്ഞു നിർത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് യുദ്ധമുണ്ടായി. ജടായുവുമായിട്ട് ചന്ദ്രഹാസം കൊണ്ട് ജടായുവിന്റെ ചിറകൊക്കെ വെട്ടിയരിഞ്ഞ് ജടായു അവിടെ വീണ് കിടക്കുക. ഇവിടെയാണെങ്കിലോ രാമനും ലക്ഷ്മണനും തിരിച്ചു വന്നു നോക്കുമ്പോൾ സീതയെ കാണുന്നില്ല. രാമൻ ഒരു നിമിഷം ശങ്കിച്ചു, വല്ല പൂ പറിക്കാനോ വല്ലതും പറിക്കാൻ പുറത്തുപോയോ, എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തുപോയോ. അങ്ങനെയാണ്. കാരണം അന്നൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എങ്ങാനും പോയോ എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ തപ്പല് തുടങ്ങി. പക്ഷെ ഉള്ളിൽ പറയുന്നുണ്ട് സീത അവിടെയൊന്നും ഇല്ല എന്നുള്ളത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, സീത എവിടെ പോയി, എന്താണ്, ഒരു പിടിയില്ല. എന്ത് ചെയ്യും? അങ്ങനെ കുറച്ചു നേരം ദുഃഖത്തിലിരിക്കുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ഒന്നിറങ്ങി പുറപ്പെടാം, നോക്കാം. അങ്ങനെ അവര് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഈ വഴിയിൽ ജടായുവിനെ കാണുന്നത്. ഭാഗ്യവശാൽ ജടായു മരിച്ചിട്ടില്ല, പ്രാണൻ പോയിട്ടില്ല. ഉടനെ ജടായുവിന്റെ തലയൊക്കെ തന്റെ മടിയിൽ വെച്ച് ജടായുവിനോട് ചോദിച്ചു, എന്താണ്? ആദ്യം ജടായു എന്തോ ഒരു ഭീകര ജീവിയാന്നൊക്കെ വിചാരിച്ചിട്ട് വാളൊക്കെ എടുത്തു. അപ്പൊ പറഞ്ഞു, അയ്യോ, ഞാൻ സീതയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയതെന്ന്. അപ്പൊ എന്താണ് സംഭവിച്ചത്? പറഞ്ഞു, രാവണൻ എന്നൊരുത്തൻ തെക്കോട്ട് സീതയെ കൊണ്ടുപോയി. തെക്കോട്ട് സീതയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ജടായു മരിച്ചു. പിന്നെ രാമായണത്തിൽ ജടായു സ്തുതിയൊക്കെ ഉണ്ട്. ജടായു മരിക്കുന്നതിന് മുമ്പ് ആ ജടായു തൻ്റെ പ്രാണനെ ഭഗവാനോട് ചേർത്ത് വെക്കാൻ അപേക്ഷിക്കുന്ന അപേക്ഷകളൊക്കെ ഉണ്ട്. ഏതായാലും അപ്രകാരം ആ ദേവിയെ തെക്കോട്ട് കൊണ്ടുപോയി എന്ന ഒരു വാക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തെക്കോട്ട് കൊണ്ടുപോയി. എവിടെ തെക്കെന്ന് വെച്ചിട്ടാണ്? ഏത് തെക്കെന്ന് വെച്ചിട്ടാണ്? ആലോചിച്ചൊക്കെ, കാട്ടിൽപ്പെട്ടവർക്ക് എന്ത് തെക്ക്? എവിടെ നിങ്ങൾ തെക്ക് കണ്ടുപിടിക്കും? അപ്പോ ഒരു കാര്യം ഉറപ്പായി, രാമൻ മനസ്സിലായി, സീതയെ രാവണൻ അപഹരിച്ചു പോയി. ഇനി സീത നമ്മുടെ ഈ പ്രദേശത്തില്ല. ഇനി എന്ത് വേണം? തെക്കോട്ട് പോയി എന്നാണ്. എന്തായാലും പ്രതീക്ഷ കൈവിട്ടില്ല. തെക്കോട്ട് അവരെ യാത്ര തുടർന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കൊടുംകാട്ടിൽ നീളമുള്ള കൈകളുമായി ഒരുത്തൻ ഇവരെ പിടിക്കാനായി ഓടി വരുന്നത്. അവന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അവന്റെ തല അവന്റെ വയറിലാണ്. ഈ തരത്തിലുള്ള ഒരുത്തൻ, അവന്റെ പേരായിരുന്നു കബന്ധൻ എന്ന് പറയുന്നത്. ഉയരം കുറഞ്ഞൊരു സാധനം. ഇവൻ ഉറക്കെ അലറിയിട്ടൊക്കെയാണ് വരുന്നത്. ആരാണ് നിങ്ങൾ? എവിടുന്നാണ് നിങ്ങൾ? അങ്ങനെ ഇവൻ പിടിച്ചു കഴിക്കാനായിട്ട് കൈകൊണ്ട് രാമലക്ഷ്മണന്മാരെയൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും രാമനും ലക്ഷ്മണനും വാളുകൊണ്ട് അവന്റെ കൈകളൊക്കെ വെട്ടിമാറ്റിയതാണ്. പിന്നീട് അവനെ വെട്ടിമാറ്റിയപ്പോൾ അപ്പോഴേക്കും അവന്റെ ഉള്ളിൽ നിന്നും ഒരു ദിവ്യരൂപം പുറത്തു വന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ ഗന്ധർവനാണ്, പണ്ട് അഷ്ടാവക്രന്റെ ശാപം കിട്ടിയിട്ടാണ് ഈ രൂപത്തിലായി. ധനു കുമാരനാണ്. ധനു എന്ന് പറയുന്ന ഒരു ഗന്ധർവന്റെ പുത്രനാണ്. അവിടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ രാമന് സീതാന്വേഷണത്തിന്റെ സകല അറിവുകളും കിട്ടുന്നത്. ഇവിടെ ഒരു വാക്ക് ഈ കബന്ധന്റെ സ്തുതിയിൽ നമുക്ക് പഠിക്കേണ്ടതായ ഒരു ഇതുണ്ട്. ശ്രീരാമസ്വാമിയെ ധനു ആയിട്ട്, അതായത് ഗന്ധർവനായി തിരിച്ചു വന്ന് അദ്ദേഹം സ്തുതിക്കുമ്പോൾ പറയുന്ന ഈ കബന്ധ സ്തുതിയുണ്ട്. 1820 അവിടെ 2 വാക്കുകൾ, ജീവാത്മാവ്, ബ്രഹ്മം, ഈ 2 വാക്കുകൾ എഴുത്തച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ടത്. ഇതൊക്കെ നമ്മൾ മനപ്പാഠം പഠിക്കേണ്ട വാക്കുകളാണ്. രാമായണത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചില വരികളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചാൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടാകും. ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ. ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ, ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. ഇങ്ങനെയൊരു ശ്ലോകമുണ്ട്. അതൊന്നും സാധാരണക്കാർക്ക് ഒരു പിടിയും കിട്ടില്ല. കാരണം അത്രയൊന്നും ഇതൊന്നും പഠിച്ചവരല്ല. ഇതൊരു വേദാന്ത പ്രയോഗമാണ്. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ വേണം പഠിക്കാൻ. അതായത് ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം വെള്ളത്തിൽ തട്ടിയാൽ ആ വെള്ളത്തിന്റെ ഭാഗത്ത് നല്ല വെളിച്ചമുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ റോട്ടിലൊക്കെ നല്ല മിനുസുള്ളിടത്ത് സൂര്യപ്രകാശം തട്ടിയാൽ അവിടെ പ്രകാശം വളരെ
കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ പറമ്പിൽ തന്നെ നോക്കും നിങ്ങൾ. ആ പറമ്പിൽ എങ്ങനെ പുല്ലും കാടും പിടിച്ചെടുത്ത് സൂര്യന്റെ വെളിച്ചം തട്ടിയാൽ അത്ര പ്രകാശം ഉണ്ടാവില്ല. നേരെ മറിച്ച് റോട്ടിലാണെങ്കിലോ അതിന് പ്രകാശം വളരെ കൂടുതലായിരിക്കും. അപ്പൊ നാം മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ബോധം എന്ന ശക്തി, ബോധം എന്ന ശക്തി, അത് ബോധത്തിന് ശ്രദ്ധ എന്ന രൂപത്തിൽ, ഏത് രൂപത്തിൽ? ശ്രദ്ധ എന്ന രൂപത്തിൽ അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള മനോവികാരങ്ങളിലേക്ക്, അത് ബുദ്ധിയാവാം, അഹങ്കാരമാവാം, നിങ്ങളുടെ വാസനകളാകാം, ഇഷ്ടങ്ങളാവാം, നിങ്ങളുടെ വികാരങ്ങളാവാം, എന്തു ആവാം, അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഈ ശ്രദ്ധ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിന്തകളെ അങ്ങോട്ട് കയറിപ്പിടിച്ച് അതിലങ്ങോട്ട് രമിച്ചുകൊണ്ട്, അതിലങ്ങോട്ട് ലയിച്ചുകൊണ്ട് അതിൽ തന്നെ കടന്നു പോകും. ഇപ്പൊ ദുഃഖിക്കുന്ന ഒരാള്, ഒരു കുട്ടി കൊച്ചു കുട്ടികളെടുത്തു, കരയുന്നൊരു കുട്ടി, അതിൻ്റെ ആ ശ്രദ്ധ കരച്ചിലേക്ക്, വേദനയിലേക്ക് തന്നെ തിരിഞ്ഞ് അതങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? ഇതുപോലെ ഒരാളുടെ വീട്ടിൽ ചില ദുരന്തം സംഭവിച്ചു, മകൻ മരിക്കുക അല്ലെ മകള് മരിക്കുക, എന്തെങ്കിലും, നിങ്ങൾ എത്ര ഉപദേശം കൊടുത്താലും ആ നഷ്ടപ്പെട്ട മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ അവര് കരഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ ആ നഷ്ടത്തിൽ തന്നെ അവർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആണോ? ആണോ ഇല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു അംശം പോയാൽ, ഇപ്പൊ കാതിലുള്ളതോ എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അതെവിടെ പോയി, അതെവിടെ പോയി, അതെവിടെ പോയി, അതെങ്ങനെ പോയി, അത് പോയി, അത് പോയി, ഇത് തന്നെ ചിന്തിച്ച് 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 നമ്മുടെ മനസ്സ് അതിൽ കുരുങ്ങി നിൽക്കും. ആണോ ഇല്ലയോ? എന്നാൽ നിങ്ങൾ വല്ല മുക്കുപണ്ടാണ് ഇട്ടത്, ഇമിറ്റേറ്റ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഇപ്പൊ നിങ്ങൾ ഗുരുവായൂരിൽ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് അനൗൺസ്മെന്റ്, ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴുത്തിലും ഇതൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോണ്ടല്ലോ, താന്നി റോൾഡ് ഗോൾഡ് ഇട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അവര് കഴുത്തും കാതും തപ്പണ കാര്യമുണ്ടോ? അല്ലാത്തവർ ഇവിടെയൊക്കെ തപ്പി നോക്കും ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം അവര് സ്വർണ്ണാഭരണം ഇട്ട് വന്നിരിക്കുന്നതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്, ഇത് കട്ടുപോവോ അല്ലെങ്കിൽ വല്ലവരും മോഷ്ടിക്കുമോ എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ ശ്രദ്ധയുണ്ടാവും. ഇനിയിപ്പോ ഒരു കമ്മലിന്റെ ഒരു പിന്നിലുള്ള ആ ഇത് കാണുന്നില്ല, നിങ്ങൾ നോക്കൂ, അവര് ഗുരുവായൂരമ്പലത്തിലാണെങ്കിൽ പോലും ഒരു ഗുരുവായൂരപ്പനും മനസ്സിൽ വരില്ല. ഏത് തന്നെ ചിന്തിക്കും? ഈ പോയ സ്വർണത്തെ കുറിച്ച് ചിന്തിക്കും. ആണോ ഇല്ലയോ? ആ ഭർത്താവ് പറയാ, സാരില്ല, നമുക്ക് വേറെ ഒന്ന് മേടിക്കാം, ഇനി നമുക്ക് കുറച്ചു നേരം ഇരുന്ന് വിഷ്ണു, മനുഷ്യൻ നിങ്ങൾ അവിടുന്ന് എന്ത് വേണമെങ്കിൽ ചൊല്ലിക്കോളൂ എന്ന്, ഞാനും തപ്പിയിട്ട് വരാന്ന് പറയും. അപ്പൊ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഇനിയിപ്പം തിരക്കില്ല, അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്യാൻ, ഇവിടെ തിരക്കില്ല, തൊഴുതിട്ട് വേഗം വേണമെങ്കിൽ ഒന്നുകൂടി തൊഴാണ്ടവർക്ക് തൊഴാന്നാണ്. എന്ത് തൊഴല്? തപ്പലോട് തപ്പലായിരിക്കും. കാരണം മനസ്സിന്റെ ശ്രദ്ധ തന്റെ നഷ്ടത്തെ കുറിച്ചിരുന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും. ആണോ അല്ലേ? ആണോ? അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഇനിയിപ്പൊ നിങ്ങൾ നല്ലൊരു സദ്യ കഴിക്കണം, ഗംഭീര സദ്യ, ആ സദ്യ കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഒരു ഈച്ച അതിലുണ്ടായിരുന്നോ, അത് ഞാൻ കഴിച്ചുപോയോ, ചോറിനകത്തൊരു ഈച്ച ഉണ്ടായിരുന്നു എന്നൊരു തോന്നല്, അത് കഴിച്ചു എന്നൊരു തോന്നല്, ഇനി നിങ്ങൾക്ക് ബാക്കി കഴിക്കാൻ പറ്റുമോ? ഈച്ചയെ പോലെ ഒരു സാധനം അകത്ത് കയറി എന്നുള്ളൊരു തോന്നൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ മനസ്സ് അതിൽ തന്നെ, അടുത്ത പിടിയെടുക്കുമ്പോഴേക്കും ഈച്ചയെ ഓർമ്മ വരിക, മനസ്സ് സമ്മതിക്കില്ല നിങ്ങളെ. അതാണ് ശ്രദ്ധയുടെ പ്രത്യേകത. അപ്പൊ നമ്മളൊക്കെ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം ദുരിതങ്ങളല്ല, ദുരിതത്തിലേക്ക് തിരിച്ചു വെച്ച ശ്രദ്ധയാണ്. ഇത് നമ്മൾ പഠിക്കണം. അപ്പൊ ശ്രദ്ധ നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് വെച്ചാൽ അതിൻ്റെ പേരാണ് നമ്മുടെ ജീവിതത്തിലെ സംസാരി, നമ്മുടെ ജീവിതത്തിലെ ദുഃഖി. ഒരാൾ ദുഃഖിയാവുന്നതിന്റെ കാരണം അവരുടെ ശ്രദ്ധ തിരിച്ചു വെച്ചതാണെന്ന് അവര് അറിയുന്നില്ല. ശ്രദ്ധയാണ്. അപ്പൊ നോക്കൂ, ഇത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ് ചളിയുള്ളതും തെളിഞ്ഞ വെള്ളമൊക്കെ കാണുന്നത്. രണ്ടും സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ്. ആണോ? ആണോ അല്ലയോ? ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എങ്ങനെയാ നമ്മളെ അലട്ടുന്നത്? നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എങ്ങനെയാ നമ്മളെ അലട്ടുന്നത്? ആ വിഷമങ്ങൾ ഉള്ളത് കൊണ്ടല്ല, ആ വിഷമത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ച് ആ ശ്രദ്ധ അതിലങ്ങോട്ട് മുഴുകിച്ചേരുമ്പോഴാണ്. ശ്രദ്ധ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും അഹങ്കാരത്തിലും പെട്ടാൽ നിങ്ങൾ ജീവാത്മാവാണ്. അതേ ശ്രദ്ധയെ നമുക്ക് അനുഷ്ഠാനത്തിലേക്കും തിരിക്കാനുള്ള കഴിവുണ്ട്. അതാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രയത്നമാണ്, എളുപ്പമല്ലത്.
അതായത് ഒരു കൊച്ചുകുട്ടി അമ്മയോടല്ലേ അതിന് ഒട്ടലുണ്ടാവുക? ആണോ? ആ കുട്ടി അമ്മയ്ക്കൊന്ന് കുളിക്കണം, അമ്മയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണം. അപ്പൊ അച്ഛൻ കുട്ടിയെ എടുക്കുകയാണ്. അപ്പൊ കുട്ടിയാണെങ്കിൽ അമ്മയെ വിട്ട് പിരിയാനും പറ്റണില്ല, അത് അത്ര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിയെ എടുത്ത് അച്ഛൻ സമാധാനിപ്പിച്ച് അമ്മ കുളിച്ചു വരുന്നത് വരെ കുറച്ചു നേരം മാനേജ് ചെയ്യുന്ന ഇതെങ്ങനെ ഉണ്ടാവും? കുട്ടിയാണെങ്കിൽ അമ്മയെ കാണാത്തതിന് കരഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛനാണെങ്കിൽ കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നതുപോലെയാണ് ശ്രദ്ധയും അനുഭവം. ശ്രദ്ധയെ നമുക്ക് ജീവിത ദുഃഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഒട്ടും പ്രയാസമില്ല. എന്നാൽ ശ്രദ്ധയെ നമുക്ക് അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുപോകൽ അത്ര എളുപ്പമല്ല. അത് വീണ്ടും നമ്മളെ പഴയതിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകും. ഇതിൽ ആര് വിജയിക്കുന്നോ അവർക്ക് ബ്രഹ്മതത്വം പ്രാപിക്കാം. ആർക്ക്? ഈ ശ്രദ്ധയെ അനുഷ്ഠാനത്തിലേക്ക് തിരിച്ചുവിട്ട് അനുഷ്ഠാനത്തിലേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നവർക്ക് ഏത് കിട്ടും? ബ്രഹ്മം. അപ്പൊ ആ ശ്ലോകം ഒന്നുകൂടി വായിക്കൂ നിങ്ങൾ. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ, ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം. അപ്പൊ നമ്മള് അധ്യാത്മം എന്ന വാക്ക് അല്ലെങ്കിൽ ആത്മീയം എന്ന വാക്ക്, ആത്മീയതയിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബ്രഹ്മവും ധർമ്മവും. ധർമ്മമനുഷ്ഠിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എവിടെ എത്തിച്ചേരാം? ബ്രഹ്മത്തെ കൈവരിക്കാം. ഇതാണ് ഹിന്ദുമതം. മനസ്സിലായില്ലേ? ഇതാണ് ഹിന്ദുമതം. എന്നാൽ നിങ്ങൾ ഇതര മതങ്ങളെ നോക്കുകയാണെങ്കിൽ മതത്തെ വിശ്വസിക്കണം, മതത്തിൽ പറഞ്ഞത് അനുഷ്ഠിക്കണം, എന്നാൽ നിങ്ങൾക്ക് മരണാനന്തരം എവിടെ എത്താം? സ്വർഗത്തിലേക്ക് എത്തിച്ചേരാം. അവര് സ്വർഗത്തെ കുറിച്ച് പറയുന്നു, നമ്മള് ഈ വ്യത്യാസമെങ്കിലും അറിയണ്ടേ. ബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന മതത്തെയാണ് അധ്യാത്മ സംസ്കാരം എന്ന് പറയുക, ആത്മീയ സംസ്കാരം എന്ന് പറയുക. സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിനെയാണ് മതം എന്ന് പറയുക. അതുകൊണ്ടാണ് ഇതൊരു മതരാജ്യമാവരുത്, ഇതൊരു ആത്മീയ സംസ്കാരത്തിന്റെ രാജ്യമാക്കി മാറ്റണം. ഇതൊരു സ്പിരിച്വൽ നാടാക്കി മാറ്റണം. അതിനാണ് നമ്മൾ ഈ രാമായണമൊക്കെ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഏത് വ്യക്തിക്കും അവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും. അതിനുള്ളൊരു കേന്ദ്രമായിരിക്കണം ഏത്? ക്ഷേത്രങ്ങൾ. അപ്പൊ ക്ഷേത്രത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ഈ രണ്ട് വാക്കുകൾ ഓർക്കണം: ശ്രദ്ധ, അനുഷ്ഠാനം. എൻ്റെ ശ്രദ്ധയെ ഞാൻ ഏതിലേക്ക് തിരിക്കണം? അനുഷ്ഠാനത്തിലേക്ക് തിരിക്കണം. ശ്രദ്ധയെ അനുഷ്ഠാനത്തിലേക്ക് തിരിക്കണം. അല്ലേ? നിങ്ങളൊക്കെ വീടുകളിൽ പലതും ഉണക്കുന്നവരാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടുകാരോട് പറയേണ്ട, കൊണ്ടാട്ടത്തിന്റെ നാടാണ് ഇല്ലേ? എന്തുകൊണ്ടും കൊണ്ടാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു നാടാണ് ഏത്? പാലക്കാട്. എന്തോ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചകിരി കൊണ്ടും നിങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത്രയും എക്സ്പേർട്ടുകള് ലോകത്തിലാണ്. ഈ പാലക്കാട്ടുകാരെ കുറിച്ച് തമാശ പറയും. എന്താണെന്ന് വെച്ചാൽ, ചോറ് ബാക്കിയായാല് അതിനെങ്ങനെ കുഴക്കട്ടാക്കാൻ പറ്റുമോ നോക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇഡ്ഡലിയിലാക്കാൻ പറ്റുമോ നോക്കും. ഇഡ്ഡലി ബാക്കിയായി കഴിഞ്ഞാൽ അതിനെ ഉപ്പുമാവാക്കാൻ പറ്റുമോ നോക്കും. ഉപ്പുമാവും ബാക്കിയായി കഴിഞ്ഞാൽ അതിനെ ഉരുട്ടിയിട്ട് എങ്ങനെ കൊണ്ടാട്ടുണ്ടാക്കാൻ പറ്റുമോ നോക്കും. എന്നാലും ആ ചോറിനെ വെറുതെ വിടില്ല പറയാണ്. അപ്പൊ നിങ്ങൾ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൊണ്ടാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുറത്ത് വെയിലത്തിട്ട് ഉണക്കും, ഇല്ലേ? അപ്പം ഒരു ഭാഗത്ത് നല്ല വെയിൽ വരുന്നുണ്ട്, ഒരു ഭാഗത്ത് അത്ര വെയിലില്ല, അവിടെ തണലാണ്. നിങ്ങൾ അവിടെ കൊണ്ടാട്ടം വെക്കുവോ? അപ്പൊ എവിടെയാണോ വെയിലുള്ളത് അവിടെയാണ് നിങ്ങൾ ഉണക്കുക. ഇത് നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എല്ലായിടത്തും വെയിൽ കിട്ടുന്ന ഏരിയ അല്ല, ചില ഏരിയയിൽ മാത്രമേ. ഇപ്പൊ ഈ സോളാർ പാനൽ വെക്കുമ്പോൾ അവർ സൗത്തിലേക്ക് ഡയറക്ഷൻ ആക്കിയിട്ട് വെക്കും. കാരണം മറ്റു ഡയറക്ഷനിലേക്ക് വെച്ചാൽ വേണ്ടത്ര സോളാറിൽ കറണ്ട് ഉൽപാദനം ഉണ്ടാവില്ല. സൗത്ത് സൈഡിലാണെങ്കിൽ കൂടുതൽ സോളാർ കറണ്ട് കൂടുതൽ നേരത്തേക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ ആ ഡയറക്ഷനിലേക്കാണ് പാനൽ വെക്കുന്നത്. പോലെ നമ്മുടെ മനസ്സിനെ ഒരു ക്ഷേത്രത്തിലെത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഏതിലേക്ക് തിരിച്ചുവിടണം? അനുഷ്ഠാനത്തിലേക്ക് തിരിച്ച് അതിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നവർക്ക് ബ്രഹ്മതത്വത്തെ പ്രാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അല്ലാത്തവർക്ക് അവരുടെ ബുദ്ധ്യാദി സാക്ഷി ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ള ഐക്യം ജീവൻ, അവർ ജീവനായി തുടർന്ന് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡരേശയനം. പ്രാരബ്ധങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അയവിറക്കി അത് തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചത്തുപോവാം.
മനസ്സിലായില്ലേ? ഒരു രക്ഷയില്ല. ആരാ നിങ്ങൾ അങ്ങനെയാക്കിയത്? വിധിയല്ല, തലയിലെഴുത്തല്ല. നിങ്ങൾ അങ്ങനെയാക്കിയത് നിങ്ങളുടെ ശ്രദ്ധയെ. നിങ്ങൾ വെയിലത്ത് കൊണ്ടാട്ട് ഉണക്കിയില്ല, നിങ്ങൾ തണലത്ത് കൊണ്ടുപോയി ഉണക്കി. നിങ്ങളിലെ വെയിലാകുന്ന ശ്രദ്ധയെ നിങ്ങൾ അനുഷ്ഠാനമാകുന്ന കൊണ്ടാട്ടം ഉണക്കിയെടുക്കണം. അറിയുമല്ലോ, വെയിലാകുന്ന ശ്രദ്ധ അതിൽ കൊണ്ടുപോയി അനുഷ്ഠാനം വെക്കണം. അപ്പൊ ശ്രദ്ധയും അനുഷ്ഠാനവും ഒരുമിച്ച് വരണം. മനസ്സിലായില്ല? ഇത്രയേ വേണ്ടൂ. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ടു നടന്നാൽ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം ഏത് പ്രാപിക്കാം? ഏത് പ്രാപിക്കാം? ബ്രഹ്മതത്വം പ്രാപിക്കാം. ആ ബ്രഹ്മത്വം പ്രാപിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടത്. നിങ്ങൾ പൂന്താനത്തിന്റെ ഹരിനാമകീർത്തനം വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇവിടെ? അത് വെറുതെ ഇങ്ങനെ കേട്ടത് മാത്രമാണോ? ഹരിനാമകീർത്തനം വായിച്ചിട്ടുള്ളവര് ആരെങ്കിലും ഉണ്ടോ? സോറി, ഹരിനാമകീർത്തനല്ല, ജ്ഞാനപ്പാന. സോറി, ഹരിനാമകീർത്തനം എഴുത്തച്ഛന്റെയാണ്. വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കർമ്മമശേഷം ഒടുങ്ങുമ്പോൾ ജീവനും കുതിക്കുന്നു ബ്രഹ്മത്തെ കണ്ട് ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ എന്നൊരു വരി പൂന്താനം എഴുതി വെച്ചിരിക്കുന്ന കാര്യം. അപ്പൊ അയാൾ അതേ എഴുതിയിട്ടില്ലേ? വൈകുണ്ഠം പ്രാപിക്കുന്നല്ല എഴുതിയത്. എന്താ പറഞ്ഞ? സ്വർഗം പ്രാപിക്കുന്നല്ല എഴുതി വെച്ച്. എന്താണ്? ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. ബ്രഹ്മസായുജ്യത്തെ കൈവരിക്കാൻ പറ്റും. ഇനി ഭട്ടതിരിപ്പാടും ഗുരുവായൂരപ്പനെ പ്രാപിക്കുന്നല്ല എഴുതി വെച്ചത്. അതേ എഴുതി വെച്ചത് നിർമ്മല ബ്രഹ്മസിന്ധോ നിർലീനാനേക മുക്താവലി. നാരായണീയം പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് അവിടെയും അതേ കാണാൻ പറ്റും. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. അനേക മുക്താവലി നിർലീനം. അനേകം മുക്താവലി എന്ന് പറഞ്ഞാൽ സാധകന്മാര്, അനുഷ്ഠാനം ചെയ്തവര്. നിർലീനം എന്ന് പറഞ്ഞാൽ ലയിച്ചിട്ടുണ്ട്. എവിടെയാണ് ലയിച്ചത്? നിർമ്മല ബ്രഹ്മസിന്ധോ. എവിടെയാണ്? ബ്രഹ്മസിന്ധോ. അപ്പൊ ബ്രഹ്മം എന്നുള്ള വാക്ക്. ഇവരൊക്കെ നമ്മളോട് പറയുന്നത് പ്രാപിക്കേണ്ടത് ബ്രഹ്മത്തെയാണ്, പൂർണ്ണതയാണ്. ആ ബ്രഹ്മതത്വം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എതിലേക്ക് തിരിച്ചു വിടണം, അനുഷ്ഠാനത്തിലേക്ക് തിരിച്ചിടണം. ക്ലിയർ ആണോ പറയുന്നത്? ഇതാണ് ആത്മീയത. ഈ ഒരു ബോധം നമ്മളിലൊക്കെ ഉണ്ടാക്കി ഉറപ്പിച്ച് ആ വഴിയിലൂടെ നമ്മളെ നടത്താൻ പരിശീലിപ്പിക്കുന്ന, പ്രേരണ തരുന്ന ഒരു കൃതിയാണ് ഏത്? രാമായണം. അങ്ങനെ നമ്മൾ തലമുറകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഹിന്ദുമതം? ഈ കുട്ടികൾക്കൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഉറപ്പായിരുന്നു, ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഒക്കെ കുട്ടികൾ എന്നോ പഠിച്ചിട്ടുണ്ടാകുമായിരുന്നു, ഇല്ലേ? ഇന്നിപ്പോ നമ്മുടെ എത്ര കുട്ടികൾക്ക് അത് അറിയാൻ പറ്റും? അങ്ങനെയുള്ള കുട്ടികൾ എവിടെ ആത്മഹത്യ ചെയ്യുന്നത്? കാരണം അവരുടെ മനസ്സിന് ശക്തിയും ശുദ്ധിയും വികാസവും വരുമായിരുന്നു. എവിടെ കുടുംബകലഹങ്ങൾ ഉണ്ടാവുന്നത്? അപ്പം ഇതൊക്കെ മാനസിക തലത്തിലാണെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കേവലം രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വോട്ട് ചെയ്ത് കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. കാരണം ഏത് ഡെവലപ്മെന്റും നശിപ്പിച്ച് തകർക്കാൻ മതത്തിന് പറ്റും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. തീവ്രവാദികൾക്ക് ഇത് ബോംബിടാൻ എത്ര സമയം വേണം? അവന്റെ തലയിൽ മതം കയറിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഈ വികാസമൊന്നും ഒരു വിഷയമല്ല. അവനൊക്കെ തറപ്പിക്കലാണ്. കാരണം അവനെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. കാരണം നീ ജിഹാദ് ചെയ്താൽ, നീ നശിപ്പിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുന്നതാണ്. ഈ ഗ്രന്ഥങ്ങളാണ് ഇന്ന് ഗവൺമെന്റ് പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ സെക്യുലറിസം എന്ന പേര് മാറ്റി സ്പിരിച്വലിസം എന്നൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരാൻ ഇനിയെങ്കിലും ഹിന്ദുക്കളൊന്ന് മുൻകൈയിട്ടിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഇന്ത്യക്ക് ഭാവിയില്ല. അപ്പൊ സ്പിരിച്വലിസമാണ് വേണ്ടത്. ആ ബോധം തലമുറകളിലേക്ക് നമുക്ക് പകർന്ന് കൊടുക്കണം. അതാണ് നമ്മുടെ പൂർവികരൊക്കെ നേടിയെടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ശബരീദേവി കാട്ടിലുള്ളവർ, ആ ശബരീദേവിക്ക് പോലും പറയാനുള്ള വാക്കെന്താണ്? എൻ്റെ പൂർവികര് പണ്ട് ഇവിടെ തപസ് ചെയ്ത് ബ്രഹ്മപദം പ്രാപിച്ചേനവരെന്ന്. അപ്പൊ ഞാനും എന്താ പ്രാപിക്കേണ്ടത്? ആ ബ്രഹ്മപദത്തെയാണ് പ്രാപിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് അസുരനായ, അല്ലെങ്കിൽ ഒരു ദാനവനായ ഈ ധനുവിന്റെ പുത്രനും പറയാണ് ബ്രഹ്മത്തെ പ്രാപിക്കണം. ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത്. ഈ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും
രാമായണത്തിന്റെ കഥയിലേക്ക് പോവാം. അപ്പൊ ശ്രീരാമസ്വാമി ജടായുവിന് മുക്തി കൊടുത്തതിന് ശേഷം ഈ ധനു, ഞാൻ പറഞ്ഞല്ലോ, കബന്ധൻ എന്ന് പറയുന്ന ആ രാക്ഷസനെ വെട്ടി, അപ്പൊ അവൻ ഗന്ധർവനായി മാറി. അങ്ങനെ ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കണേ, അതുവരെ തെക്കോട്ട് പോയ അവരോട് ഇനി പറയുന്നത്, ഇനി നിങ്ങൾ തെക്കോട്ട് പോകണ്ട, നിങ്ങൾ പടിഞ്ഞാട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ ഈ ധനുവിൽ നിന്നാണ് ശ്രീരാമസ്വാമിക്ക് സീതാന്വേഷണത്തിന്റെ കുറേ വഴികൾ തെളിഞ്ഞു കിട്ടുന്നത്. അപ്പൊ സീതാന്വേഷണത്തിന് വേണ്ടി പറയുന്നത് ഇതാണ്, ഈ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സഹായം ചെയ്യാൻ, ഇതേ ഞാൻ കേട്ടിട്ടുണ്ട്, കിഷ്കിന്ധയിൽ ഒരു സുഗ്രീവനുണ്ട്. ആരാണ്? ആ സുഗ്രീവനും അവന്റെ ജ്യേഷ്ഠൻ കാരണം ഭയന്ന് ഒരിടത്ത് ജീവിക്കുകയാണ്. അപ്പൊ അവനുമായിട്ടൊരു സഖ്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താം. കാരണം ഈ സുഗ്രീവനെ കുറിച്ചൊക്കെ പറയുന്നത് മഹാവീരപരാക്രമിയാണ്, മഹാബുദ്ധിമാനാണ്, വിവേകിയാണ്, ധർമ്മജ്ഞനാണ്. മറ്റൊരു ഭാര്യയ്ക്കില്ലാത്ത ചില ഗുണങ്ങൾ ആർക്കുണ്ട്? അയാൾ പരാക്രമിയാണ്, ധർമ്മജ്ഞനുമാണ്, വളരെയധികം ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ അത്രയും സാമർഥ്യമുള്ള മന്ത്രിമാരും കൂടെ പോകുന്നത്. സുഗ്രീവൻ ബാലിയുടെ അടുത്ത് നിന്ന് ഓടിപ്പോരുമ്പോ സുഗ്രീവന്റെ കൂടെ കുറച്ചു പേര് പോയിരുന്നു. ആരൊക്കെയാ പോയിരുന്നത് അറിയോ? അതൊക്കെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് രാമായണം? എല്ലാം തത്തമേ പൂച്ച തന്നെ. രാമായണത്തില് ഈ സുഗ്രീവൻ ഋഷ്യമുഖാജലത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ സുഗ്രീവന്റെ കൂടെ പോയവരാരെങ്കിലും പേര് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒരാളുടെങ്കിലും പേര് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ രാമായണം വായിച്ചിട്ടേ കാര്യമില്ല. ആരും ഇന്നലെ ഈ വടംവലിയും ഇതുപോലെ വെറ്റിലിയൊക്കെ വെച്ച് നിങ്ങൾ ഇവിടുത്തെ ആഘോഷിച്ച് അറ്റ്ലീസ്റ്റ് ഒരു പേരെങ്കിലും ഓർക്കണ്ടേ? ആര്? സുഗ്രീവന്റെ കൂടെ ഓടിപ്പോയ ഒരാളാണ് ആര്? ഹനുമാൻ. അതെല്ലാവർക്കും അറിയാം. പിന്നെയുണ്ട് നീലൻ, നളൻ. ഇതൊക്കെ അതീവ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ആരുടെ കൂടെ പോയതാണ്? സുഗ്രീവന്റെ കൂടെ പോയ ആളുകളാണ്. പിന്നെ ഒരാളും കൂടിയുണ്ട്. അയാളുടെ പേര് ഒരാളും കൂടി, പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ട്. ഒരാളും കൂടി ഉണ്ട്. അയാളുടെ പേര് എൻ്റെ തലയിലേക്ക് വരുന്നില്ല. അയാൾക്കും ചില റോളുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ പിന്നീട് മനസ്സിൽ വരും അത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സുഗ്രീവന്റെ കൂടെ അങ്ങ് ഋഷ്യമുഖാചലത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു സഖ്യം അവരുമായി ചെയ്താൽ, കാരണം നിങ്ങൾ തുല്യ ദുഃഖിതരാണ്. എന്താ തുല്യ ദുഃഖിതര്? അയാൾക്കും രാജ്യം നഷ്ടപ്പെട്ടു, അങ്ങയ്ക്കും രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യയും നഷ്ടപ്പെട്ടു. അവനും ഭാര്യ നഷ്ടപ്പെട്ടു, അവന്റെ ഭാര്യയും ബാലി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒന്ന് സഖ്യം ചെയ്താൽ അവന്റെ പ്രശ്നവും പരിഹരിക്കാം. അവർക്കാണെങ്കിൽ വാനരന്മാർക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ സുഗ്രീവാദി ആളുകൾക്ക് ഏത് മലയുടെ മുകളിലും ഏത് കുണ്ടിലും കുഴിയിലും തപ്പിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സീത എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാവണൻ, അവിടുന്ന് അവർ പൊക്കിക്കൊണ്ടുവരും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ ശ്രീരാമസ്വാമിയെ ഒന്ന് സാന്ത്വനിപ്പിച്ച് അതുവരെ തെക്കോട്ട് പോയ അവര് പിന്നീട് പമ്പയുടെ തീരത്തേക്ക് പോവാണ്. പറഞ്ഞു, ശബരിയെ പോയി കാണണം. ഈ ധനുവാണ് ശബരിയെ കാണാൻ ശ്രീരാമസ്വാമിയെ പ്രേരിപ്പിക്കണം. അല്ല, ശ്രീരാമസ്വാമി രാമായണമൊക്കെ വായിക്കുമുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീരാമസ്വാമി ഒരു ദൈവമായതുകൊണ്ടൊക്കെ അങ്ങോട്ട് തീർത്തു വന്നതല്ല. നമ്മൾ അങ്ങനെ ഒരു അന്ധവിശ്വാസം പഠിച്ചു വെച്ചുപോയി. ശ്രീരാമസ്വാമിക്കും സഹായം ചെയ്യാൻ പലരും ഉണ്ടായിരുന്നു. ആ സഹായം കിട്ടാൻ ശ്രീരാമസ്വാമി അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ തലമുറകൾ പഠിക്കേണ്ടത്. ഇന്നിപ്പോ ആത്മഹത്യ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത് അറിയോ? അവർക്ക് ആരോടും നല്ലൊരു ബന്ധമില്ല. അപ്പം ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ആരെങ്കിലും വഴി കാണിക്കൂ? അവനവന്റെ അത് അച്ഛനമ്മമാരുണ്ടാക്കിയ ശാപാണ്. കാരണം കുട്ടികൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കൊടുത്തിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂളുകളും ഈ ട്യൂഷൻ സമ്പ്രദായം നിർത്തിവെക്കണം. ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്ത് വെക്കണം. ചില രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ട്, സ്കൂളിൽ ട്യൂഷൻ പരിപാടികൾ സമ്മതിക്കില്ല അവര്. മനസ്സിലായില്ലേ? അങ്ങനെ കുട്ടികളെ ഈ ട്യൂഷൻ സിസ്റ്റങ്ങൾ വന്നപ്പോഴാണ് അതിന് അമ്പലവും ഇല്ല, ഒരാത്മീയതയില്ല. അങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ബുദ്ധിയിൽ കുറെ അറിവ് നേടുക എന്നത് മാത്രമായി.
ബുദ്ധിയിൽ അറിവ് വേണം, പക്ഷെ അറിവിനോടൊപ്പം തന്നെ മാനസികമായൊരു പക്വതയും ഇല്ലെങ്കിൽ, ഇപ്പൊ നോക്കൂ, നിങ്ങൾ കുറെ ജെൻസി സമരം നടത്തി പാറ്റുകളുടെ ഡൽഹിയിൽ, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം വിദ്യാർത്ഥികളാണ്, നീറ്റ് എക്സാമിനേഷന്റെ പേപ്പർ ലീക്ക് ചെയ്യാൻ പാടില്ല, അതിന് വളരെ സെക്യൂരിറ്റി വേണം, ഇതൊക്കെ ശരിയാണ്. യുവമാര് ഈ വിജയം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയി ആഘോഷിക്കുകയാണ് ഗംഭീരമായിട്ട്, മോഡി ചീത്ത പറഞ്ഞിട്ട്. ആ വീഡിയോ വൈറലായപ്പോ നാണക്കേടായി. 21 പേര് ആത്മഹത്യ ചെയ്ത ദുഃഖം ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ആഘോഷിച്ചും ചീത്ത വിളിച്ചിട്ടും. ഇപ്പൊ അവരുടെ കൂടെ ആളുകളില്ല. ഇപ്പൊ അവരുടെ ഈ സ്വഭാവം ആളുകൾക്ക് മനസ്സിലായി. നോക്കൂ നിങ്ങൾ, ഈ അഹങ്കാരം എന്ന് പറയുന്ന തലയ്ക്ക് കയറിയാൽ ഒരുപക്ഷെ കുറെ ബുദ്ധി സാമർഥ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടുകയായിരിക്കാം. അതല്ലേ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ഒരു മിടുക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കാ ബുദ്ധിമുട്ട്? ഏതൊരാൾക്കും രക്ഷപ്പെടാം. പക്ഷേ മാനസിക പക്വത ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതല്ലേ ബിസിനസ്സുകാരൻ പൊളിയുന്നത്, അതല്ലേ കുടുംബജീവിതം താളം തെറ്റും, ഒരു നിമിഷം കൊണ്ടൊക്കെ അടി തെറ്റി താഴെ വീഴുന്നത്. അതുകൊണ്ട് കുട്ടികളിൽ വെറും ബുദ്ധി കൊണ്ടുള്ള അറിവ് മാത്രം പോരാ, വിദ്യാഭ്യാസം മാത്രം പോരാ, അവർക്ക് മാനസികമായ ഒരു പക്വത വേണം, മാനസികമായ മനോബലം വേണം. ഇത് ഉണ്ടാവണമെങ്കിൽ അനുഷ്ഠാനം കൂടിയേ കഴിയുള്ളൂ. അനുഷ്ഠാനത്തിലൂടെ അല്ലാതെ ഇത് നേടിയെടുക്കാൻ, ഇത് അച്ഛനമ്മമാർക്ക് അറിയണം. കുട്ടി എന്ന് പറയുന്നത് ബുദ്ധിയും മനസ്സുമാണ്. കേവലം ബുദ്ധി ട്യൂഷൻ കൊണ്ട് നേരെയാക്കാം, അല്ലെങ്കിൽ സ്കൂൾ കൊണ്ട് നേരെയാക്കാം. മനസ്സിന് നേരെയാക്കാൻ സ്കൂൾ പഠനം കൊണ്ട് പറ്റില്ല, സിലബസ് കൊണ്ട് പറ്റില്ല. അതിന് മനസ്സിനെ നേരെയാക്കാനാണ് ക്ഷേത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും. ഇതിനാണ് മന്ത്രങ്ങൾ. ഇപ്പൊ രാവിലെ എണീറ്റ് ആ കുട്ടി കുറച്ചു നേരം നാമം ചൊല്ലി സ്കൂളിൽ പോകുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കി വെക്കണ്ടേ? നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ എന്താ കേരളത്തിലൊക്കെ അവസ്ഥ? ഓരോ വർഷം കൂടുന്തോറും കേരളത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ കുറവാണ്. പണ്ട് ഈ തവളയെ പിടിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു, ആമയെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ വയലുകളിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പണ്ട് കാലത്ത്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഗ്രാമങ്ങളിലൊക്കെ വന്ന് കുളത്തിലൊക്കെ വന്ന് ആമയെ പിടിക്കുന്നവരും തവളയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. തവളയെ പിടിക്കുക. അവരെന്തിനാന്നറിയില്ല നമുക്ക്. പിന്നെ മനസ്സിലായി ഇതൊക്കെ എക്സ്പോർട്ടിങ് ആയിരുന്നു, ഇതൊക്കെ ചൈനക്കാർക്കൊക്കെ വേണ്ടി, ചൈനക്കാരൻ്റെ ഉപയോഗിക്കുന്ന സാധനമാണ്, ഇതൊക്കെ കഴിക്കുന്നവരാണ്. അങ്ങനെ ഈ സാധനത്തെ അവർ എക്സ്പോർട്ട് ചെയ്ത്, നമുക്ക് അറപ്പും വെറുപ്പുള്ള ഒരു സാധനമായിരുന്നു ഈ തവള എന്നൊക്കെ പറഞ്ഞ, പാക്രോ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അതിനെ നമ്മൾ മേല് തൊട്ടാൽ തന്നെ ചൊറിയുന്ന ഒരു സാധനമായിട്ടാണ് കണ്ടത്. ഇവരതിനൊക്കെ വളരെ മൃഷ്ടാനായിട്ട് കഴിച്ചിരുന്നു. എങ്ങനെ അറിയില്ല അത്. പോട്ടെ, ഏതായാലും ഇതൊക്കെ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെ പോലെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഇറങ്ങി പിടിച്ചു കൊണ്ടുപോയിരുന്നു. ഇത് എന്തിനാണ് ഈ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെയും അവസ്ഥ ഇതാണ്. അവര് കഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ പലതും അവർ കഷ്ടപ്പെട്ട് പലതും നേടും. എന്നിട്ടോ അവസാനം ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല. എല്ലാം നഷ്ടപ്പെട്ട് ഒരു മൂലയില് അവസാനം മാനസികമായ വിഷമങ്ങളും ദുഃഖങ്ങളും ആയിട്ട് അവര് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന ആളുകൾ. ഇപ്പൊ നോക്കുക, തവളയെ പിടിച്ചൊക്കെ അവൻ എക്സ്പോർട്ട് ചെയ്തവൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഈ പിടിച്ചു കൊണ്ടുപോയവൻ എവിടെ ഉണ്ട്? അവന്റെ വല്ല അഡ്രസ്സും ഉണ്ടോ? അപ്പൊ ഇതുപോലെ നമ്മുടെ കുട്ടികൾ കുറെ കഷ്ടപ്പെട്ട് അവസാനം ഒരു നല്ല ജീവിതം അതിലേക്കല്ല അവർ പോകുന്നെങ്കിൽ, അത് മനസ്സിലാക്കേണ്ടതാണ്. കേവലം ഒരു ബുദ്ധി വികസിച്ചാൽ മാത്രം പോരാ, മാനസികമായ ഒരു വികാസം കൂടി വേണം. അതിനാണ് ആത്മീയത എന്നുള്ള ഒരു ബോധം നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ഷേത്രം കൊണ്ടും രാമായണം കൊണ്ടും കാര്യമുള്ളത്. നിൽക്കട്ടെ, ഏതായാലും ഇപ്രകാരം ശ്രീരാമസ്വാമിക്ക് ആ മുന്നോട്ട് പോവാനുള്ള ഒരു വഴി കിട്ടി. നോക്കൂ, അതുവരെ ശ്രീരാമസ്വാമിക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ജടായുവിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തരം, രാവണൻ തെക്കോട്ട് കൊണ്ടുപോയി എന്നാണ്. ആരാണ് രാവണൻ? അവന്റെ കഴിവെന്താണ്? അവന്റെ സാമർഥ്യം എന്താണ്? ഇതൊന്നും ആർക്കറിയില്ല. രാമൻ അറിയില്ല വാസ്തവത്തില്. എവിടെയാണ് രാവണന്റെ ലങ്ക? എവിടെയാണ് സീത? അവൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവൻ എങ്ങനെ? ഒന്നൊരു പിടിയില്ല. ഈ ജടായു പറഞ്ഞ ഒറ്റ വാക്കുകളു തെക്കോട്ട് കൊണ്ടുപോയി. ഈ തെക്കോട്ട് എന്നുള്ളൊരു വാക്ക് വെച്ചുകൊണ്ടാണ് രാമൻ പുറപ്പെട്ടത്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സീതയെ കിട്ടും, അതിന് നമ്മളൊന്ന് പ്രയത്നിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കും. മനസ്സിലായില്ലേ? ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഇതൊക്കെ രാമായണം വായിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
കാട്ടിൽ രാമനും ലക്ഷ്മണനും ഒരു മനുഷ്യനും സഹായിക്കാനില്ല. ആര് സീതയെ കൊണ്ടുപോയി? എവിടെ അന്വേഷിക്കും? ഇന്നിപ്പോ രണ്ടെണ്ണം കൂടെ ഉണ്ടെങ്കിൽ എന്താ പറയാ അറിയോ? വെറുതെ നമ്മൾ മെനക്കിട്ടിരുന്ന കാര്യം, നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം, പോയത് പോട്ടെ എന്ന് വെക്കാം. അങ്ങനെ പറയുന്നവരുണ്ടാവുമോ? എന്താ ഒന്നും ഇടാത്തത്? അങ്ങനെ പറയുന്നവരുണ്ടാവുമോ? ഉണ്ടാവൂ ഇല്ലയോ? പ്രത്യേകിച്ച് ലക്ഷ്മണനാണെങ്കിൽ കലി പിടിച്ചിരിക്കുന്ന ഒരാളും കൂടിയാണെങ്കിൽ വിചാരിക്കുക. അമ്മാതിരി ചീത്തയാണ് ആര് പറഞ്ഞത്? വായ കൊള്ളാത്ത വാക്കുകളാണ് ആര് പറഞ്ഞത്? ആ സീതയെ അന്വേഷിക്കാൻ ലക്ഷ്മണ നീയും കൂടെ വേറെ പണിയില്ലേ എന്ന്. ഇന്നാണെങ്കിൽ എന്താ ഭാഷ അറിയാം? ഇന്നത്തെ ഭാഷയിൽ ആ പെരട്ട സാധനത്തിന് പിടിക്കാൻ ഞാൻ വരണോ? ഇന്നത്തെ ഭാഷ അതാണ്. ആണോ അല്ലയോ? കാരണം എന്താ വെച്ചാൽ എന്നെ അത്രയും വേദനിപ്പിച്ച ഒരാളെ ഞാൻ എന്തിനു അന്വേഷിക്കാൻ വരൂ? പറയൂല്ലയോ? ഇന്നത്തെ കേരളത്തിന്റെ ഭാഷയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആണോ അല്ലയോ? നിങ്ങൾ കാണുന്നില്ലേ ഇത്രയും രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നോക്കൂ നിങ്ങൾ. എന്തൊരു സംസ്കാരമുള്ള നാടാന്നുള്ളത് മനസ്സിലായില്ല. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇത്രയും മോശം സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയി. ഈവൻ കുട്ടികൾ പോലും അങ്ങനെ പറയുന്ന കാലാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ഇവിടെ എന്നാൽ ലക്ഷ്മണനിൽ അങ്ങനെ ഒരു ക്രോധവും വിദ്വേഷവും ഉണ്ടായില്ല. അതാണ് അവരുടെ അനുഷ്ഠാന ശക്തി കൊണ്ട് നേടിയ മനോബലവും ക്ഷമയും സഹനശക്തിയും ഒക്കെ. അപ്പൊ അവരുടെ മനസ്സിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് അന്വേഷണത്തിന് പുറപ്പെട്ടു. അപ്പൊ അവർക്ക് ലക്ഷണങ്ങൾ കിട്ടി. വഴിയിൽ ആരെ കിട്ടി? ജടായുവിനെ കിട്ടി. തെക്കോട്ട്. ഓക്കെ, തെക്കോട്ട് പോകുന്നു. പിന്നീട് കബന്ധനെ കിട്ടി. കബന്ധൻ അപ്പോഴേക്കും വേഷമൊക്കെ മാറി പറഞ്ഞു ആരുമായി സഖ്യം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കബന്ധൻ എന്ന് പറയുന്ന ആള് വേഷം അദ്ദേഹത്തിനെ വെട്ടി മാറ്റിയപ്പോൾ അതിൽ നിന്നും ധനുപുത്രൻ വന്നപ്പോഴാണ് നിങ്ങൾ സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടെന്ന് കൃത്യത രാമന് കിട്ടുന്നത്. അപ്പൊ അവതാരമൂർത്തി ചെയ്തുകൊണ്ടല്ല രാമൻ. ഇപ്പൊ രാമനായാലും ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ, ആളുകളുമായി ഇടപഴകലുണ്ടെങ്കിലേ താൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? രാമൻ അവിടെ ദൈവമായിട്ടിരുന്ന് രാമനെ കണ്ണടച്ചിട്ട് അവിടെ ഒരു ലങ്കയിൽ പോവാം, അങ്ങനെ എന്നാ പിന്നെ രാമന് ദൈവമായിട്ട് ചെയ്താൽ പോരായിരുന്നില്ലേ? രാമനായാൽ പോലും ദൈവരൂപത്തിലല്ല ഇതൊക്കെ ചെയ്തത്, സാധാരണ മനുഷ്യരെ. അപ്പൊ അറ്റ്ലീസ്റ്റ് രാമായണം വായിക്കുന്ന ആളുകളിൽ ഈ ബോധം ഉണ്ടാവണ്ടേ. എന്ത് നഷ്ടം വന്നാലും ഒരിടത്തിരുന്ന് മോങ്ങി കയറന്വേഷിക്കാതെ അതിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ശാപം നോക്കൂ നിങ്ങൾ. ഒരു പ്രശ്നം വന്നാൽ കയറന്വേഷിക്കാനാ പോകുന്നത്, അല്ലാതെ അതിൽ നിന്ന് പുറത്ത്. അതെന്താണ്? അതിനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ അച്ഛനമ്മമാർക്ക് സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാരാണ് ശാപം. ആ കുട്ടിയുടെ ഉള്ളിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നുള്ള ചെറിയൊരു വെളിച്ചെങ്കിലും ഉണ്ടാവണ്ടേ. കയറല്ല അന്വേഷിക്കേണ്ടത്, ഇതിന്ന് പുറത്ത് കടക്കാൻ എനിക്ക് സാധിക്കും. ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? സമ്പത്ത് കയ്യിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന വർഗങ്ങളാണ് ഹിന്ദു. നിങ്ങളിപ്പോ തൂങ്ങി മരിക്കുന്ന വീടുകളൊക്കെ നോക്കുക, നല്ല ഒന്നാം തരം വീട്. പഴയ ചെറ്റക്കുടിലാണെങ്കിൽ പോട്ടെ, നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യമാണ്. ഇപ്പൊ നല്ല വീടിന്റെ ഉള്ളിലാണ് തൂങ്ങി മരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കും. ഇനിയിപ്പോ നാളെ ഈ ഒരു ആത്മഹത്യയുടെ തീവ്രത കൂടാൻ പോവുകയാണ്. കാര്യം ഇനിയുള്ള തലമുറയ്ക്ക് ആത്മീയത, നിങ്ങളുടെയൊക്കെ ജനറേഷന്റെ അവസ്ഥ അതാണ്. ഒട്ടുമില്ല അവർക്ക്. അവർ ഈ പണത്തിന്റെയും IT പഠിച്ചു, അല്ലെങ്കിൽ ആ പഠിച്ചു, കുറെ പണം പോക്കറ്റിലുണ്ട്, ഇതിന്റെ ഗമയിൽ നടക്കുന്നവരാണ്. ഇത്രയുള്ളൂ അവരുടെ ജീവിതം. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇത് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള പോക്ക് വളരെ മോശമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലാണ് കുറെ കൂടി ഈ ബോധമുള്ളത്. ഞാനിപ്പോ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ പോയപ്പം എനിക്ക് കാണാൻ പറ്റിയത്, അവിടെ സിഡ്നിയിലായിരുന്നു എൻ്റെ പ്രോഗ്രാം, സപ്താഹം. അപ്പൊ എത്ര പെൺകുട്ടികളാണ് ഡിവോട്ട് ചെയ്തിരിക്കുകയാണ് കുട്ടികളെ ഇത് പഠിപ്പിക്കണം. കാരണം ഞങ്ങൾക്കിത് ഞങ്ങളുടെ അച്ഛനമ്മമാര് പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളുടെ അച്ഛനമ്മമാരോ വിവരദോഷികളായി. എന്നാ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഇതിന്റെ ഒരു ABCD അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അവരനുഭവിക്കുന്ന ചാലഞ്ചുകൾ അവർ കാണുന്നുണ്ടല്ലോ, എല്ലാം സൈക്കിക് പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയില്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ വിവാഹത്തിനൊരു ലൈസൻസ് ഇല്ല. വിവാഹം എന്ന് പറഞ്ഞ കുത്തഴിഞ്ഞ് കിടക്കുന്നതാണ്. കാരണം അവിടെ പേഴ്സണൽ റൈറ്റ്സിന് ഒരുപാട് ഫ്രീഡം ഉണ്ട്. എനിക്കിന്നിപ്പോ എൻ്റെ ഭാര്യ ഇഷ്ടമല്ലെങ്കിൽ യു ഗെറ്റ് ഔട്ട് എന്ന് പറയാം.
ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് യു. അങ്ങനെ തുറന്നു പറഞ്ഞ് കഴിഞ്ഞു കൊടുത്ത ബന്ധം വെറും കോൺട്രാക്ട് ബേസിസ് ബന്ധങ്ങളാണ്. അതിലുണ്ടാകുന്ന കുട്ടികളൊക്കെ ഓർഫൻസ് ആണ്. അതിനൊക്കെ മാനസിക പ്രശ്നമാണ്. കാരണം അതിന് അച്ഛനും അമ്മയും വേറെ വേറെയാണ്. എന്ന് മാത്രമല്ല, ഇന്നത്തെ ഭാര്യയല്ല നാളെ വേറൊരു സ്ത്രീയാണ് ഭാര്യ. അപ്പൊ ആ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ അച്ഛൻ മാറുന്നു. അച്ഛൻ മാറുന്ന സമയത്ത് അപ്പോഴും ആദ്യത്തെ ഭർത്താവിനുള്ള കുട്ടിയോട് കാണിക്കുന്ന ചില പെരുമാറ്റം, ഇതൊക്കെ അവരെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല്ലയോ? ഇതിന്റെ ഒരു രാജ്യമാണ് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ ഒക്കെ. ഭയങ്കര ഏറ്റവും കൂടുതൽ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഒക്കെ ഉള്ള രാജ്യമാണത്. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ കുട്ടികൾ ചേർന്ന് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളെയും അത്തരം മാനസിക പ്രശ്നങ്ങൾ ബാധിച്ചു കളയും. അപ്പൊ ഇതൊക്കെ പലരും കാണുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് അവർ കുട്ടികളിൽ ഒരു ആത്മീയ ബോധം ചെറുപ്പത്തിൽ തന്നെ എല്ലാ സാറ്റർഡേയും പിടിച്ചിരുത്തി അവരെ വിഷ്ണു സഹസ്രനാമോ അല്ലെങ്കിൽ ഗീതയോ, അതുകൊണ്ട് ഇവിടത്തെക്കാളും തീവ്രതയാണ് ആത്മീയതയ്ക്ക് അവിടെ. വളരെ ആത്മാർത്ഥത ഉണ്ട്. ഇവിടെയാണെങ്കിലോ കുറെ എണ്ണം കിറ്റ് കിട്ടിയാലൊക്കെ ആയി. ഇങ്ങനെ നമ്മൾ വെറും അന്ധവിശ്വാസത്തിൽ പെട്ടുപോയി. മനസ്സിലായില്ലേ? വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതു പോവുക എന്നല്ലാതെ കുട്ടികളുമായി ഒരു ഹൃദയബന്ധമുള്ളവർ വളരെ കുറവാണ്. വെറും ലൗകികം വർത്തമാനം, എത്ര വയസ്സുണ്ട്, എത്ര അതുണ്ട്, എത്ര ഇതുണ്ട്, നീ അവിടെ പോയി, നീ ഇവിടെ പോയി, ഈ ലൗകികല്ലാതെ കുറച്ചു നേരം ഇരുന്ന് അവരെ കൂടി ഇരുന്ന് നാമം ജപിക്കാനെന്നുള്ള സംസ്കാരം അച്ഛനമ്മമാർക്ക് ഇല്ല. അത് കുറേയും കൂടി നിങ്ങൾ ബ്രാഹ്മിൻസിനെ കണ്ടു പഠിക്കണം. ഈ തമിഴ് കമ്മ്യൂണിറ്റിയെ കണ്ടിട്ട്. ഈ തമിഴ് സംസ്കാരം ഉണ്ടല്ലോ, അത് ഇതിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ട് അവരുടെ ഡൈവേഴ്സ് വളരെ കുറവാണ്. ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉള്ളത് നായർ കമ്മ്യൂണിറ്റിയിലും ഈഴവ കമ്മ്യൂണിറ്റിയിലുമാണ്. അതെന്തുകൊണ്ടാണ്? സംസ്കാരം വളരെ കുറവുമാണ് അതിന്. നിങ്ങൾ ഈ തമിഴ് കൽപ്പാത്തി, തമിഴ് ബ്രാഹ്മിൻസിന്റെ, ഞാൻ അവരുടെ ധാരാളം പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അവര് നോക്കൂ, നിങ്ങൾ അവര് മക്കളുടെ കൂടെ കൂടിയിരുന്ന വൈകുന്നേരം എല്ലാം കൂടി ഇരുന്നിട്ട് വിഷ്ണു സഹസ്രനാമവും, അല്ലെങ്കിൽ അവര് സുന്ദരകാന്ഡ അറിയാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല, ഇവരൊക്കെ ബോംബെയിൽ വളർന്നവരല്ലേ. ഇപ്പം സുന്ദരകാന്ഡ അറിയാത്തവര്, അതുപോലെ തന്നെ പല നാമജപങ്ങള്, അവർക്ക് ഭജനകളുണ്ട്, അവർക്ക് രാധാ കല്യാണമുണ്ട്, സീതാ കല്യാണമുണ്ട്, പല ഫെസ്റ്റിവൽ ഉണ്ട് അവർക്ക്. അപ്പൊ ഇതിലൊക്കെ ഭജനകൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭജനകൾ അറിയാം. നാരായണീയം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് അവരാണ്, ആണോ? നമ്മളെക്കാളും കൂടുതൽ അവരാണ് പ്രചരിപ്പിച്ചത്. ഇതൊക്കെ അവർ ആ അനുഷ്ഠാനം കൊണ്ട് നടന്നുകൊണ്ട് അവരെ കുട്ടികളിലും അത് കുറേയുണ്ട്. എന്നാൽ മറ്റ് കമ്മ്യൂണിറ്റികളിൽ ഈ സംസ്കാരം വളരെ കുറവാണ്. ദയവ് വിചാരിച്ച കൈകുപ്പി എനിക്ക് പറയാനുള്ളത്, അമ്പലത്തിൽ തൊഴുതു പോകരുത്. അമ്പലത്തിൽ പോയാൽ ഒരു ചിട്ട വയ്ക്കുക, ഒരു അനുഷ്ഠാനം വെച്ച് കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കുക. ഒരു 108 തവണ നാമം ചൊല്ലിയിട്ടേ ഞാൻ അമ്പലത്തിൽ നിന്ന് പോരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടേ വരുള്ളൂ. ഒരു 108 തവണ നാമം ചൊല്ലിയിട്ട് അങ്ങനെയെങ്കിലും ഒരു ശീലം ഹിന്ദുക്കളൊന്ന് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് ക്ഷേത്രം ജപിക്കാനുള്ള, 108 നാമം ജപിക്കാനുള്ള സ്ഥലമാണെന്നെങ്കിലും ഒരു കൊച്ചുകുട്ടിയുടെ ഉള്ളിൽ ഉറച്ചു കിട്ടിയാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. കാരണം ആ കുട്ടിക്ക് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാനൊരു 108 നാമം ചൊല്ലാൻ വേണ്ടി വന്നതാണ് ഇവിടെ എന്നത് ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ബോധം വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുത്താൽ പരിഹാരങ്ങൾ മുന്നിലുണ്ട്. നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല, പക്ഷെ വഴി കാണിക്കാൻ ആളുകളുണ്ടാവും. രാമന്റെ മുന്നിൽ പോലും, രാമന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ട്രാജഡി, ഭാര്യ നഷ്ടപ്പെടല്ല, വലിയൊരു രാക്ഷസൻ പിടിച്ചു കൊണ്ടുപോയ ആ ട്രാജഡിയിൽ നിന്ന് രാമന് വഴി കാണിക്കാൻ ഒരു അസുരൻ അപ്പുറത്തുണ്ട്, വഴിയിലുണ്ട്. അതൊക്കെ രാമൻ ആ അസുരനെ കാണണം. ആ ഒരു ധനുജനെ, അസുരനല്ല വാസ്തവത്തിൽ, പിന്നീട് അയാളെ കയ്യും കാലും ഒക്കെ വെട്ടി മാറ്റിയപ്പോൾ അയാള് ഗന്ധർവനായിട്ട് മാറി. അയാളുണ്ട് അവിടെ രാമന് വഴി കാണിക്കാൻ. ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടാണ് രാമൻ ഇനി ശബരീദേവിയെ കാണാൻ പോകുന്നത്. ശബരീദേവിയെ കണ്ട് വേണം ഋഷ്യമൂകാചലത്തിൽ ചെന്ന് ആരെ കാണാൻ? സുഗ്രീവനെ. അപ്പൊ നോക്കൂ, രാമന്റെ മനസ്സിൽ ഒരു ചിത്രം കിട്ടി. ഇതുവരെ സീത പോയി തെക്കോട്ട് കൊണ്ടുപോയി, അത്രയും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കൃത്യതയും കൂടി വന്നു, സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളൊരു പ്രതീക്ഷ വന്നു. ഉണ്ടോ ഇല്ലയോ? അതാണ് ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭാഗമെങ്കിലും നമ്മുടെ കുട്ടികൾ പഠിക്കണം, വായിക്കണം. എന്താണ്? ഒരു വിഷമം വന്നാൽ, നഷ്ടം വന്നാൽ, ദുരന്തം വന്നാൽ ഓങ്ങിയിരിക്കാതെ അല്ലെങ്കിൽ കയറന്വേഷിക്കാതെ ഒരല്പം ഒരു അനുഷ്ഠാനമുണ്ട്, ഒന്ന് പുറത്തിറങ്ങി വല്ലവരോടൊക്കെ സംസാരിക്കാൻ സാധിച്ചാൽ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികൾ വല്ല വിധത്തിലും
ഉണ്ടാവും. ഇല്ലേ? ശരിയല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് രാമായണത്തെ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് വളരെ ആപ്റ്റാണ്. കാരണം ഇന്നലെയും ഒരുത്തൻ തൂങ്ങി മരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓരോ ദിവസവും ഞാൻ വെറുതെ എൻ്റെ ഈ ന്യൂസ് ഒന്ന് വെറുതെ നോക്കിയതാണ്. അപ്പൊ ഇന്നലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ദിവസവും ആത്മഹത്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊരു ബുള്ളറ്റിൻ ഇറക്കണമെന്ന്. ഓരോ മാസത്തിൽ എത്ര ആത്മഹത്യ നടക്കുന്നുണ്ട് എന്ന്. ഇതൊരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഇനിയൊരു വലിയ ഒരു എന്താണ്, ഇതൊരു രോഗമായി മാറും. എന്താ ഇത് കൊടുക്കുന്ന സന്ദേശം എന്നറിയോ? നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ അവിടെ തീർത്തോളൂ. ഇല്ല, ഇതൊരു മറ്റുള്ളവരെ പോലും ഈ വാർത്തകൾ സ്വാധീനിക്കും. മനസ്സിലാവുണ്ടല്ലോ? നിനക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ അത് തീർത്തോളൂ, ജീവിതം കഴിഞ്ഞില്ലേ? ആ തരത്തിലാണ്. അതല്ല, ഇതിന് പോംവഴികൾ അന്വേഷിക്കൂ എന്നുള്ളതല്ല പഠിക്കുന്നത്, എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളതാണ്. ഏതായാലും ഇതിലൊരു മാറ്റമുണ്ടാക്കാൻ രാമായണം ഒരു പ്രചോദനമാവട്ടെ. നിങ്ങളൊക്കെ അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ എന്തിനു പോണം? ഒരു അനുഷ്ഠാനം, നാമജപത്തിന്റെ അനുഷ്ഠാനത്തിന് വേണ്ടി പോണം എന്ന് തലമുറകളിലേക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ചാൽ അത് പിന്നീട് വലിയൊരു മാറ്റത്തിന്റെ കാരണമായി മാറും. അതിപ്പോഴേ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോ ത്രിശങ്കു സ്വർഗത്തിലാണ്. എന്താ ത്രിശങ്കു സ്വർഗം? മുകളിലേക്കും പോയില്ല, താഴോട്ടും പോയില്ല. അതായത് താഴെ നിന്ന് കുറെ പൊങ്ങും ചെയ്തു, എന്നാൽ ഒട്ടും ഉയർന്നില്ല. നമ്മൾ നമ്മുടെ തലമുറകൾ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ കുറെ മുന്നോട്ട് പോയതുകൊണ്ട് തലമുറകൾ പിന്നിലില്ല എന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വിചാരം അവർ നമ്മളെ പിന്നാലെ വരുന്നുണ്ടെന്നാണ്. പക്ഷെ അവർ വേറെ വഴിയിലൂടെയാണ് പോകുന്നത്. ഒരു ആത്മഹത്യയുടെയും, മനസ്സിലായില്ലേ, ബന്ധങ്ങൾ തകർത്തും പോകുന്ന ഒരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് പലരും അറിയുന്നില്ല. അത് കാണാൻ നമുക്ക് സാധിക്കട്ടെ. ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശബരീ ദേവിയെ കാണുന്നതും അത് കഴിഞ്ഞ് ഗംഭീരമായൊരു ഭാഗമാണ് കിഷ്കിന്ധ കാണ്ഡം. അവിടെയാണ് തുല്യ ദുഃഖിതരുടെ സംഗമം. ആരാണ് തുല്യ ദുഃഖിതര്? സുഗ്രീവനും രാമനും തുല്യ ദുഃഖിതരാണ്. എന്താ തുല്യ ദുഃഖിതര്? സുഗ്രീവനും രാജ്യവും നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, ജ്യേഷ്ഠന്റെയാണ്. ഇതുപോലെ രാമനും രാജ്യം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, 14 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതാണ്. എന്നാൽ രണ്ടുപേർക്കും ഭാര്യമാരെ നഷ്ടപ്പെട്ട് രണ്ടുപേരും ഇന്നിപ്പോൾ അസ്വസ്ഥരായി വനത്തിൽ കഴിയുകയാണ്. അങ്ങനെയുള്ള ആ സുഗ്രീവനോട് രാമൻ സഖ്യം ചെയ്യുന്നതും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം തെളിഞ്ഞു കിട്ടുന്നതുമായ ആ ഒരു ഭാഗത്തേക്കാണ് ഇനി നമുക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെല്ലാം നോക്കാം. ജാനകീ ജീവനസ്മരണം